of the 200th anniversary of Rani Chennamma's victory at Kittur, organized by Stage India Performing Arts Study and Research Centre, Kerala, in collaboration with the Ministry of Culture, Government of India. Over the past 2 days, we have travelled through stories, art and reflection that celebrated Rani Chennamma, a queen who stood tall against the injustice and became a timeless symbol of courage and dignity. As we gather this evening, we honour her spirits once more through dialogue, performance and remembrance. To begin, may I invite our esteemed dignitaries, Professor V. Karthikeyan Nair, Key Speaker and Chief Guest of the Day, Dr. Raja Warrier, Festival Director, Dr. Tulasidhara Kurup, President, Stage India, Kerala, onto the stage. To formally open this evening's program, may I invite Dr. Tulasidhara Kurup, President of Stage India, Kerala, to deliver the welcome address. Bahumanapatta, Professor V. Karthikeyan Nair sir, Dr. Raja Warrier, Sadasilulla, മറ്റെല്ലാ സുഹൃത്തുക്കളെ, സ്റ്റേജ് ഇന്ത്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻറ്റർ കൾച്ചറൽ മിനിസ്ട്രിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന 200th ആനിവേഴ്സറി ഓഫ് റാണി ചെന്നമ്മാസ് വിക്ടറി അറ്റ് കിട്ടൂർ എന്ന ഈ ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ ദിവസമാണിന്ന്. ആദ്യ ദിവസം കാർമൽ ഹൈസ്കൂളിൽ ഔട്ട്റീച്ച് പ്രോഗ്രാമായിരുന്നു. കുട്ടികളുടെ പലതരത്തിലുള്ള കലാവാസനകളെ പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു. അതിനുശേഷം ഇന്നലെ ഇവിടെ കന്നഡ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, കലാകാരന്മാരുടെ ഫോക്ക് സോങ്ങുകൾ, അതുപോലെ നൃത്തം, അതിനുശേഷം ജിജി കലാമന്ദിർ രചനയും സംവിധാനവും ചെയ്ത നാടകം, അങ്ങനെ വിപുലമായൊരു പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് നമുക്ക് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മൾ ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കിട്ടൂർ റാണി ചെന്നമ്മയെക്കുറിച്ച്, റാണി ചെന്നമ്മ ആൻഡ് ദ റോൾ ഓഫ് വുമൻ ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ എന്ന വിഷയത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ, അതായത് പ്രൊഫസർ വി കാർത്തികേയൻ നായർ, അദ്ദേഹം ഫോർമർ ഡയറക്ടറായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അദ്ദേഹം ആണ് ഇന്ന് ആ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രൊഫസർ വി കാർത്തികേയൻ നായർ സാറിനെ സ്റ്റേജ് ഇന്ത്യയുടെ പേരിലും മറ്റെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ നമ്മുടെ ഫെസ്റ്റിവൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ രാജാ വാര്യർ, അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷൻ, അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ, അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ 3 ദിവസത്തെ പ്രോഗ്രാമുകൾ ഇത്രയും മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അദ്ദേഹം ഇനി ഇതിന് ശേഷം നടക്കാൻ പോകുന്ന നാടകത്തിൻ്റെ സംവിധായകനും കൂടെയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കായിരുന്നു. എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് ഏകദേശം ആഴ്ചകളോളം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ അത്തരം ഹാർഡ് വർക്കുകൾ, പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ മറ്റു കാര്യങ്ങൾ. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ രാജാ വാര്യരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ ഈ പ്രോഗ്രാം കാണാൻ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് അതുപോലെ ഭാരത് ഭവന് ഇങ്ങനെയുള്ള നമുക്കൊരു വെന്യൂ തരികയും എല്ലാ മറ്റ് ടെക്നിക്കൽ സപ്പോർട്ടുകളെല്ലാം തരികയും ചെയ്യുന്ന ഭാരത് ഭവനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ ഇത് കാണാൻ വന്ന, ഇനി ഇതിന് ശേഷമുള്ള ഈ ടോക്കും അതിനുശേഷമുള്ള നാടകവും കാണാൻ വന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. നന്ദി, നമസ്കാരം. May I invite Dr. Raja Warrier, Sir, Festival Director, to introduce the evening's program and introduce our chief guest of the evening. Sir, please. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കാർത്തികേയൻ നായർ സർ, എൻ്റെ പ്രിയ സുഹൃത്തും സ്റ്റേജ് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായ ഡോക്ടർ തുളസീധര കുറുപ്പ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കലാകാരന്മാരെ എന്ന് വിളിക്കാം, കാര്യം കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരാണ് ഞാൻ കാണുന്ന മുഖങ്ങളേറെയും. ദീർഘമായ ഒരു ഭാഷണത്തിന്, എൻ്റെ ഒരു സംഭാഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസം 3ാമത്തെ ദിവസമാണ്, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. റാണി ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മയുമായി ബന്ധപ്പെട്ട്
ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു കാര്യപരിപാടി കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തോടുകൂടി സ്റ്റേജ് ഇന്ത്യ ഡോക്ടർ തുളസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്റ്റേജ് ഇന്ത്യ ഇങ്ങനെ ഒരു അർത്ഥവത്തായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചൊരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ എന്നതിൽ എനിക്ക് സംശയമില്ല. ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് കാർമൽ സ്കൂളിലെ UP ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി വിഷയം ഒന്ന് തന്നെയാണ് റാണി ചെന്നമ്മ. അവരുടെ ചരിത്രപരമായ അവരുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കൊടുത്തിട്ട് 2 വിഭാഗങ്ങളായി UP ഹൈസ്കൂൾ വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ട് ക്യാഷ് പ്രൈസും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഫസ്റ്റും സെക്കൻഡും എല്ലാം കൊടുത്തുകൊണ്ട് നടത്തിയ പെയിൻറ്റിംഗ് മത്സരം, അതുപോലെ തന്നെ പ്രസംഗ മത്സരം, ഫസ്റ്റും സെക്കൻഡും പ്രൈസും ഒപ്പം അതിൻ്റെ രീതിയിലുള്ള ക്യാഷ് അവാർഡും കൊടുത്തുകൊണ്ടാണത് നടത്തിയത്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കുകയുണ്ടായി. പിന്നെ പേട്രിയോട്ടിക് സോങ് കുട്ടികൾ തന്നെ ആലപിച്ച പരിപാടി. അങ്ങനെ 3 കാര്യപരിപാടികളായിരുന്നു. ഇന്നലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ദൃശ്യ വിരുന്ന് ജിജി കലാമന്ദിറിൻ്റെ സംവിധാനത്തിൽ, അതും സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നടന്ന പരിപാടികളിലും ഏറെയും കുട്ടികളായിരുന്നു എന്നതിൽ ഇന്നലെയും ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇല്ലാത്തവർ ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു. കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതിൻ്റെ പ്രസക്തി വ്യക്തിപരമായി ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും അർത്ഥവത്താണെന്ന് തോന്നി. കാര്യം പേട്രിയോട്ടിസം എന്താണെന്ന് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പഠന വിഷയങ്ങൾ ഉണ്ടായിരുന്നതുപോലെ ഇന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് കുട്ടികളിൽ അത്തരത്തിലുള്ളൊരു രാജ്യസ്നേഹം, പേട്രിയോട്ടിസം ഒന്നും അവരുടെ രീതികളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അത്തരത്തിലുള്ളൊരു വികാരം മാത്രമല്ല, അതിനുവേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ച, നമുക്ക് മുമ്പേ നടന്നുപോയവരുടെ കാൽപ്പാടുകൾ തിരിച്ചറിയാനുള്ള ഒരു ഔചിത്യപൂർവമായിട്ടുള്ളൊരു യാത്രയായിട്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യപരിപാടികൾ വരും തലമുറയ്ക്ക് ഗുണകരമായി ഓർത്തെടുക്കാൻ പാകത്തിൽ, അവയുടെ മൂല്യം തിരിച്ചറിയാൻ പാകത്തിൽ അടയാളപ്പെടുത്താൻ ഇതുപോലെയുള്ളൊരു ചെറിയ ഉത്സവത്തിന് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കൃതാർത്ഥരായി. ഇന്നലെ അതുകൂടാതെ തന്നെ കർണാടക അറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ചെന്നമ്മയുടെ. അപ്പോൾ കർണാടക അസോസിയേഷൻ തിരുവനന്തപുരത്തുള്ള അവരുടെ കലാപരിപാടികളും ഇന്നലെ ഉണ്ടായിരുന്നു. നൃത്തമുണ്ടായിരുന്നു, ഫോക്ക് സോങ്സ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് അത്തരം കാര്യപരിപാടികളും ഇന്നലെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്നാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു അക്കാദമിക്കായിട്ടുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായും ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ചിറ്റൂർ ചെന്നമ്മയും നമ്മുടെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലെ സ്ത്രീരത്നങ്ങളെയും അവരുടെ പ്രവർത്തന രീതികളെയും ഒക്കെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ എന്ന് പറയുന്നതല്ല, അതിനെപ്പറ്റി ആധികാരികമായി അടയാളപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കൊണ്ടല്ല കാർത്തികേയൻ നായർ സാറിനെ വിളിച്ചത്. സാർ അങ്ങേ അറ്റത്താണെങ്കിലും ഞങ്ങൾ സാറിനെ തന്നെ കൊണ്ടുവരും. കാരണം ഇന്ന് വളരെ അധികമാര്യമായിട്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സത്യസന്ധമായി പറയാൻ, പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു മഹത് വ്യക്തി എന്ന് തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ, പതിറ്റാണ്ടുകളായിട്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന പേര് കാർത്തികേയൻ നായർ സാറിൻ്റെ തന്നെയായിരിക്കും. അദ്ദേഹം ഗവൺമെൻറ് കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ചരിത്ര പ്രൊഫസറായിരുന്നു, ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു ദീർഘകാലം. അതിനുശേഷം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനം അലങ്കരിച്ചു. അത്തരത്തിൽ വളരെ നമ്മുടെ വർത്തമാനകാലത്തെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളിൽ ബോധനം ചെലുത്താൻ പ്രാപ്തിയുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് കാർത്തികേയൻ നായർ സാർ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ഒട്ടും ആലങ്കാരികത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഈ 3 ദിവസത്തെ ഫെസ്റ്റിവലിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അക്കാദമികമായിട്ടുള്ള ഒരു കാര്യപരിപാടി കൂടി ഇതിൻ്റെ ഭാഗമാണ്. അത് ഒന്നേ ഉള്ളൂ, അത് ഒരാളാണ് അവതരിപ്പിക്കുന്നത്, അത് പ്രൊഫസർ കാർത്തികേയൻ നായർ സാറാണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം
വീണ്ടും അതേ വിഷയത്തെ അധികരിച്ച്, ചെന്നമ്മയെ അധികരിച്ച് തന്നെ ഡോക്ടർ ടി ആരോമൽ രചിച്ച് ഞാൻ സംവിധാനം ചെയ്ത 35-40 മിനിറ്റുള്ള ഒരു നാടകവും ഉണ്ടായിരിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ കാതുകളും ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട കാർത്തികൻ നായർ സാറിൻ്റെ പ്രഭാഷണമാണ്. സാറിനെ വിനയപൂർവ്വം പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു. Thank you, Dr. Raja Varia, sir. We're privileged to have with us Professor V. Karthikeyan Nair, sir, former director of Kerala Bhasha Institute, Thiruvananthapuram, a respected scholar, writer, and cultural thinker whose work has contributed deeply to Kerala's literary and educational landscape. May I now invite Professor V. Karthikeyan Nair, sir, to kindly come forward and share his thoughts with us. Sir, please. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഡോക്ടർ രാജാ വാര്യർ, അതേപോലെ സീരക്കുറുപ്പ്, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രഭാഷണത്തിന് ശേഷം ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്ന നാടകത്തിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്തെന്നാൽ വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ് ദൃശ്യത്തിന്. ദൃശ്യാവിഷ്കാരത്തിന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ പറ്റും, വാക്കുകൾക്ക് മസ്തിഷ്കത്തോടായിരിക്കും പ്രതികരിക്കുന്നത്. കാരണം രണ്ടാമത് അന്യതാലോചനാമൃതം എന്ന് പറഞ്ഞ പോലെ രണ്ടാമതൊരാലോചനയിൽ മാത്രമേ ഈ പ്രഭാഷണങ്ങളുടെ അർത്ഥതലം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നാടകം അങ്ങനെയല്ല, അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും തരുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം വളരെ ചുരുക്കം ക്ഷമിക്കുക. ദീർഘമായൊരു പ്രഭാഷണത്തിലേക്ക് ഇഷ്ടമുള്ളതാണ്. 2-3 മണിക്കൂറൊക്കെ ഞാൻ നിന്ന് കാച്ചും. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അരമണിക്കൂറിൽ ഞാനത് ഒതുക്കും. ഇവിടെ കിറ്റൂർ ചെന്നമ്മ എന്ന് പറയുന്ന, ചെന്നമ്മയെന്ന് കന്നഡയിലും ചിന്നമ്മയെന്ന് മലയാളത്തിലും എഴുതുമ്പോൾ ചിലപ്പോൾ ചെന്നമ്മയെന്നും ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. പക്ഷേ കന്നഡയിൽ ആ വാക്ക് ഉച്ചരിക്കുന്നത് ചെന്നമ്മ എന്നാണ്. കിറ്റൂർ അല്ല, കിറ്റൂർ ചെന്നമ്മ എന്നാണ്. കർണാടകത്തിലെ ധാർവാർ ജില്ലയിലെ ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു. നമ്മുടെ കൊച്ചി രാജ്യത്തേക്കാൾ വളരെ ചെറിയ ഒരു നാട്ടുരാജ്യമായിരുന്നു കിറ്റൂർ. അവിടുത്തെ രാജാവിൻ്റെ പത്നിയായിരുന്നു ചെന്നമ്മ. അവരുടെ ഭർത്താവ്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1878 ജനിച്ച് 1829 രക്തസാക്ഷിയായി തടവറയിൽ കിടന്ന് മരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അവർ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾക്കെതിരെ കലാപമുയർത്തുന്നതും അതിൽ ആദ്യഘട്ടത്തിൽ വിജയം വരിക്കുന്നതും പിന്നീട് രക്തസാക്ഷിയാവുന്നതും. ആ വിജയം വരിച്ചതിൻ്റെ വാർഷികമാണ്, 200-ാം വാർഷികമാണ് ഈ 2025. 1824-25 2 പ്രധാനപ്പെട്ട വിജയം അവർ നേടുകയുണ്ടായി. പ്രധാനപ്പെട്ട ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിച്ചു, അവരുടെ പട്ടാള ക്യാമ്പിലേക്ക് കടന്നു ചെല്ലാനും അങ്ങനെ വിജയം വരിക്കാനും സാധിച്ചു. പക്ഷേ ആത്യന്തികമായിട്ട് അവർ ചതിക്കപ്പെട്ടു, പരാജയപ്പെട്ടു. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം പള്ളിക്കൂടത്തിൽ സ്വാതന്ത്ര്യ സമരം പഠിച്ചിട്ടുള്ളവരാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ ചരിത്രം ഐച്ഛിക വിഷയമായിട്ടും പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ പുസ്തക രചനയിലും അധ്യാപനത്തിലും വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോരായ്മകളുണ്ടെന്ന് 10-50 കൊല്ലക്കാലത്തെ അധ്യാപന അനുഭവത്തിന് ശേഷം എനിക്കിപ്പോൾ തോന്നുന്നു. ഒന്ന്, എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരം? എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം? എന്തിനു വേണ്ടിയുള്ള സമരമാണ് സ്വാതന്ത്ര്യ സമരം? അതൊന്ന്, വിദേശാധിപത്യത്തിനെതിരായ പോരാട്ടം. നാട്ടിനകത്താണെങ്കിൽ നാടുവാഴിത്തത്തിനെതിരായ പോരാട്ടം, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം. ഈ 4 അരിതായികൾക്കെതിരെ നടന്ന സമരത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് വിവക്ഷിക്കുന്നത്, അല്ലാതെ വിദേശാധിപത്യത്തിന് എതിരെ നടന്ന സമരം മാത്രമല്ല. അതുകൊണ്ടാണ് വനിതകളുടെ ചരിത്രം, വനിതകളുടെ പങ്കാളിത്തം അവഗണിക്കപ്പെട്ടു പോയത്. ഒരുപക്ഷെ ഒരു സമര മുന്നണിയിൽ സൈന്യത്തിൻ്റെ മുന്നിൽ വനിതകൾ കുറവായിരിക്കും, പക്ഷേ സൈന്യത്തിൻ്റെ മുന്നിലേക്ക് പോയ പുരുഷന്മാരുടെ പിന്നിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകും. അതാണ് അതിൻ്റെ പ്രാധാന്യം. 2, ആരാണ് വിദേശികൾ? നമ്മൾ വിദേശാധിപത്യത്തിനെതിരായി എന്ന് പറയുമ്പോൾ ആരാണ് വിദേശികൾ? പേർഷ്യക്കാർ വിദേശികളാണോ? അവരിവിടെ വന്നിട്ടുണ്ട്.
പേർഷ്യക്കാരുടെ പിന്നെ വരവിൻ്റെ അവരുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ ആ പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ നെടും തൂണുകൾ, അശോകസ്തംഭം, താഴെ വണ്ണം കൂടിയും മുകളിലോട്ട് വളഞ്ഞു അങ്ങ് വണ്ണം കുറഞ്ഞു പോകുന്ന ടേപ്പറിങ് അപ്വേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഉരുണ്ട തൂണുകൾ ആരുടെ വകയാണ്? പേർഷ്യക്കാരുടെ വകയാണ്. ഒരു പേർഷ്യക്കാരിയുടെ മകനോ അല്ലെങ്കിൽ മകളുടെ മകനോ ആണ് അശോകൻ. ആ ഒരു സ്വാധീനം അവിടെ ഉണ്ട്. 2, അറേബ്യക്കാർ വിദേശികളാണോ? മുഗളന്മാർ വിദേശികളാണോ? അപ്പോൾ സ്വാതന്ത്ര്യ സമരം മുഗളന്മാർക്കെതിരെ നടത്തേണ്ടതല്ലേ? അപ്പോൾ മുഗളന്മാർക്കെതിരെ നടന്ന കലാപത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് നമുക്ക് വിവക്ഷിക്കാൻ പറ്റുമോ? അത് പ്രധാനപ്പെട്ടൊരു വിഷയം തീരുമാനിക്കേണ്ടതുണ്ട്. വിദേശികളിവിടെ വന്നു. അത് ചരിത്രകാരൻ പറയുന്ന ആര്യന്മാർ മുതൽ മുഗളന്മാർ വരെയുള്ള വിദേശികൾ ഒരു ഘട്ടമാണ്. അവരിവിടെ വന്നു, ഇവിടം ഭരിച്ചു, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരോട് ഏറ്റുമുട്ടി, അവരെ പരാജയപ്പെടുത്തി, ചിലപ്പോൾ ഇവിടത്തുകാർ അവരെ പരാജയപ്പെടുത്തി, അവരിവിടം ഭരിച്ചു. ഭരിച്ചെങ്കിലും ഇവിടെ നിലവിലിരുന്ന വ്യവസ്ഥയെ ഒരു തരത്തിലും തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരാക്രമിക്കാൻ വന്നപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നത് ജന്മിത്തവും നാടുവാഴിത്തവുമായിരുന്നു. ജന്മിത്തം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ സെമീൻദാരി എന്നും ജോർദേദാരി എന്നും ജാഗീർദാരി എന്നുള്ള പേരിൽ അറിയപ്പെടുക. ആ ഭൂ ഉടമസ്ഥത യാതൊരു ഊനവും തട്ടിയില്ല എന്നു മാത്രമല്ല, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പുതിയ ഒരുപാട് സെമീൻദാർമാരെയും മഹൽവാർമാരെയും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്തു. വെച്ചാൽ ജന്മിത്തത്തെ വ്യാപിപ്പിക്കുകയാണ് മുഗളന്മാർ ചെയ്തത്. 2, അവരുടെ ഭരണകൂടത്തിൻ്റെ പങ്കാളികളായിട്ട് ആരാണ് ഉണ്ടായിരുന്നത്? ചക്രവർത്തി ചിലപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് വന്ന, മുഗള രാജ്യത്ത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വിദേശത്ത് നിന്ന് വന്ന ഒരു പുരുഷനെ ഇന്ത്യൻ സ്ത്രീയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ. രജവസ്ത്ര സ്ത്രീയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ സ്ത്രീയിലോ ജനിച്ച കുട്ടികളാണ് പിന്നീട് മുഗള രാജാക്കന്മാരായിട്ടും നവാബുമാരായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇന്ത്യാവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രാധാന്യം. അവരുടെ മതതത്വങ്ങൾ അതുപോലെ നിന്നു. അതെല്ലാ മതതത്വങ്ങളും മാറ്റമില്ലാതെ ഇന്നും തുടരുകയാണ്. അതങ്ങനെ നിന്നു, അതിൻ്റെ അവർ പ്രോത്സാഹകരായിരുന്നു. പക്ഷേ ഇന്ത്യക്കകത്തുള്ള മതവിശ്വാസത്തെ അവർ തകർത്തിട്ടില്ല. ചില അമ്പലങ്ങൾ തകർത്തിട്ടുണ്ടാവാം, കാരണം ശത്രുക്കൾ അവിടെ കയറി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവിടം തകർത്തിട്ടുണ്ടാവും. സ്വർണ്ണമിരുന്നത് കൊണ്ടാണല്ലോ അയ്യപ്പന് ഇത് ദോഷം വന്നത്. സ്വർണ്ണമില്ലായിരുന്നെങ്കിലോ? ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കഥയുണ്ട്, ആനവാരിയും പൊൻകുരിശും. അപ്പോൾ ഒരു പള്ളിക്കകത്തിരുന്ന പൊൻകുരിശ് തോമ മോഷ്ടിച്ചു, പോലീസ് പിടിച്ചു. തൊണ്ടി മുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അച്ഛനെ വിളിച്ചു വരുത്തി, കപ്പ്യാരെ വിളിച്ചു വരുത്തി. അച്ഛൻ ചെന്നു, കണ്ടു, സ്വന്തം സാധനമാണെന്ന് ബോധ്യപ്പെട്ടു, ഉറപ്പായും മകസറൊക്കെ എഴുതി. പോരാൻ നേരത്ത് ധർമ്മസങ്കടവും കഷ്ടവും സഹിക്കവയ്യാതെ അച്ഛൻ ഈ കഥാപാത്രത്തിൽ തോമായോട് ചോദിച്ചു, എങ്കിലും എൻ്റെ തോമ, നീ എല്ലാ ഞായറാഴ്ചയും വന്ന് കുമ്പസരിക്കും, എന്തിനിത് മോഷ്ടിച്ചു? അപ്പോൾ തോമായുടെ മറുപടി, കർത്താവായ യേശു മരക്കുരിശിൽ കിടന്നല്ലേ അച്ചോ പിടഞ്ഞു മരിച്ചത്, പിന്നെ അങ്ങേർക്ക് എന്തിനാ പൊൻകുരിശ്, അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോന്നു. ആ മറുപടി ഇപ്പോൾ ശബരിമലയ്ക്കും ബാധകമാണ്. അപ്പോൾ മോഷണം നടന്നല്ല, ശത്രുക്കൾ കയറി അമ്പലത്തിന്. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് അമൃതസരസിലെ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയക്കേണ്ടി വന്നു? ഭീകരന്മാർ അതിനകത്ത് ഒളിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് അമ്പലങ്ങളിലേക്ക് അവർ കയറിയിട്ടുണ്ടാവുക. അവർ മുഗളന്മാർ നിലവിലിരുന്ന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ആ ശക്തിപ്പെടൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സെമീൻദാരിയും ജാഗീർദാരിയും ജോത്തേദാരിയും മഹൽവാരിയും ഇപ്പോഴും മാറിയിട്ടുണ്ടോ? ജന്മിത്തം മാറിയ ഏക സംസ്ഥാനം കേരളമാണ്. ബാക്കി ഒരിടത്തും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജാതി വ്യവസ്ഥ അവിടെ ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും അവർ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടോ? ഇന്ത്യാവൽക്കരിക്കപ്പെട്ടോ? ഇല്ല. അവർ ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളായി മാറി നിന്നു. അവർ മെച്ചപ്പെട്ട സംസ്കാരത്തിൻ്റെ വാഹകന്മാരാണ്. ഭരിക്കാൻ പിറന്ന വർഗം, എ റേസ് ബോൺ ടു റൂൾ എന്നാണ് അവർ പറയുന്നത്. റെഡ്യാർഡ് കിപ്ലിംഗ് പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ ഭരിക്കാൻ പിറന്ന വർഗമാണ് അവർ. വെള്ളത്തൊലിയുള്ളവരാണ്, വെള്ളക്കാരാണ്, മേന്മേറിയ ഒരു വംശത്തിൻ്റെ ഉടമകളാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർക്ക് ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് വിദേശികളാണെന്ന് അവരെ നിശ്ചയിക്കാൻ പറ്റി. അവർക്കെതിരെ നടന്ന സമരമാണ് രാഷ്ട്രീയ സമരം. അത് നമ്മളെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പാഠപുസ്തകങ്ങൾ അതുമാത്രമേ വന്നിട്ടുള്ളൂ. സ്വാതന്ത്ര്യ സമരം എന്നാൽ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും എതിരെയുള്ള കലാപമായിരുന്നു എന്ന തരത്തിലൊരു ന്യൂനീകരണ യൂഫമിസം വന്നു പോയിട്ടുണ്ട്. നമ്മൾ മറ്റ് നടക്കുന്ന സമരങ്ങളെ ഇതിന് ആഭ്യന്തരമായ സമരമായിട്ട് കണക്കാക്കുകയും അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽ പെടുത്തുകയും ചെയ്തിട്ടില്ല. മുഗളന്മാർക്കെതിരെ നടന്ന കലാപവും സ്വാതന്ത്ര്യ സമരമാണ് എന്നിപ്പോൾ ചരിത്രപാഠ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര രചനയെ
അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ചരിത്രം ഒരു സമരവേദിയാണ് എന്ന് പ്രസിദ്ധനായ ചരിത്രകാരൻ മലയാളിയായ ഡോക്ടർ KN പണിക്കർ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ആസ് എ സൈറ്റ് ഫോർ സ്ട്രഗിൾ. സമരം ചെയ്യാനുള്ള വേദിയാണ് ചരിത്രം, ചരിത്ര പഠനം, ചരിത്ര എഴുത്ത്, ചരിത്രത്തിൻ്റെ ഗവേഷണം എന്നുള്ള കാര്യം. അപ്പോൾ അത് വിദേശികൾ ഒറ്റപ്പെട്ടു നിന്നു. അവർ വിദേശ ഉത്തമമായൊരു വംശത്തിൻ്റെയും ഉന്നതമായൊരു ഭരണത്തിൻ്റെയും കർത്താക്കളാണെന്ന് പറഞ്ഞു നിന്നുകൊണ്ട് അവർക്കെതിരെ സ്വാതന്ത്ര്യ സമരം വേണ്ടി വന്നു. അവർ ഇന്ത്യാവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യാവൽക്കരിക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻസും ഇൻഡോ പോർച്ചുഗീസുകാരും ഇപ്പോഴും മര്യാദയ്ക്കും മനോഹരമായിട്ടും കേരളത്തിലും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും സമാധാനപൂർണ്ണമായിട്ട് ജീവിച്ചു പോരുന്നുമുണ്ട്. മറ്റു 3 സമരങ്ങളോ നാടുവാഴിത്തത്തിനെതിരെ നടന്ന ഉത്തരവാദ പ്രക്ഷോഭ സമരം 1947 വരെ തുടർന്ന സമരമാണത്. ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. 565 നാട്ടുരാജ്യങ്ങളിലും ബഹളമുണ്ടായി. അതിൽ 10 സംസ്ഥാനങ്ങൾ 47 വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി 555 എണ്ണവും ഇന്ത്യയിൽ ലയിച്ചു, അതായത് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. അങ്ങനെയാണ് തിരുവിതാംകൂറും കൊച്ചിയും തിരുക്കൊച്ചിയായതും 56 ശേഷം കേരളമായി മാറിയതും. ധാർവാദും അല്ലെങ്കിൽ കിറ്റൂരും അങ്ങനെ തന്നെയായിരുന്നു. മൂന്നാമത്തെ കാര്യം, ജന്മിത്തത്തിനെതിരെ നടത്തിയ കലാപങ്ങൾ, കർഷക സമരങ്ങൾ. മലബാറിലെ കർഷക സമരം നിങ്ങൾ ചിലപ്പോൾ 1921 മലബാർ കലാപം, മാപ്പിള കലാപം എന്ന് വിളിക്കുന്ന കലാപത്തെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുണ്ടാവൂ. പക്ഷേ അതിന് 1 നൂറ്റാണ്ടിന് മുമ്പ് മുതൽ മലബാറിലും തിരുവിതാംകൂറിലും സമരം നടത്തിയിട്ടുണ്ട്. വേലുത്തമ്പിയുടെ കാലത്ത് നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കൃഷിക്കാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. നാട്ടുകൂട്ടം എന്നാണ് പറയുക. ആ നാട്ടുകൂട്ടത്തെ ഇളക്കിക്കൊണ്ട് വന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും ഈ തിരുവിതാംകൂർ ഭരണത്തിലെ അഴിമതിക്കാർക്കെതിരെയും വേലുത്തമ്പി സമരം ചെയ്തത്. അതിനെ നാട്ടുകൂട്ടം ഇളക്കം എന്നാണ് തെക്കൻ പ്രദേശങ്ങളിൽ പറയുക. സമരം നടത്തിക്കൊണ്ടു. ആ നാട്ടുകൂട്ടത്തിൻ്റെ വിജയമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയായിരുന്നു വേലുത്തമ്പിയുടെ ശക്തി. അത് അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. 3, ജന്മിത്തത്തിനെതിരായ കലാപം പോലെ. ജന്മിത്തത്തിനെതിരായ കലാപമാണ് സ്വതന്ത്ര കർഷകരെ സൃഷ്ടിച്ചത്. ആ സ്വതന്ത്ര കർഷകരാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത്. നമ്മുടെയൊക്കെ പൂർവികർ ഒരുപക്ഷെ കർഷകരായിരിക്കാം. 57 കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി 5, 8, 10 അല്ലെങ്കിൽ 1, 2 ഏക്കറിൻ്റെ ഉടമകളായവരുടെ മക്കളാണ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായും വക്കീലന്മാരായും ഇപ്പോഴത്തെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായും പ്രവർത്തിക്കുന്നത്. മുഴുവൻ ഏതെങ്കിലും 5, 8 സെൻറ്റ് 10 സെൻറ്റ് ഭൂമി സ്വന്തമായിട്ട് ഈ ഭൂപരിഷ്കാര നിയമത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയവരുടെ ആയിരിക്കാം 2, 3 തലമുറയ്ക്ക് ശേഷം. 4ാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് നിലവിലിരുന്ന ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഉപോൽപ്പന്നമായ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ്. ആ ജാതി വ്യവസ്ഥ നിയമവിധേയമായൊരു ഘടകമായിരുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും, കേരളത്തിലും. കാരണം ജാതി വ്യവസ്ഥ നാടുവാഴിത്തത്തിൻ്റെയും ജന്മിത്തത്തിൻ്റെയും കൂടെയുള്ളതാണ്. സാമൂഹ്യമായൊരു വിഭജനമാണ്. തൊഴിൽ ചെയ്യാനുള്ള നിയോഗമായിരുന്നു. കാരണം മരപ്പണി ചെയ്യുന്നവൻ, ഇരുമ്പ് പണി ചെയ്യുന്നവൻ, കല്ലിൽ പണിയുന്നവൻ, വെങ്കലത്തിൽ പണിയുന്നവൻ, സ്വർണ്ണത്തിൽ പണിയുന്നവൻ, മുണ്ടലക്കുന്നവൻ, എണ്ണയാട്ടുന്നവൻ, മുണ്ട് നെയ്യുന്നവൻ, മുടി മുറിക്കുന്നവൻ, എല്ലാവരും തൊഴിലാളികളാണ്. ആ തൊഴിലിനോരോ കുലം എന്നുള്ളതുകൊണ്ട് ജാതി തൊഴിലുകൾ, കുലത്തൊഴിലുകൾ നിന്നിരുന്നു. ആ കുലത്തൊഴിലുകളാണ് വാസ്തവത്തിൽ ജന്മിത്തത്തെ പിന്തുണപ്പിച്ച് നിർത്തിയിരുന്നത്. ഈ 4 കൂട്ടത്തിനും എതിരായിട്ടുള്ള സമരത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് നിർവചിക്കുന്നത്. 2ാമത്തെ കാര്യം, ഇന്ത്യയിൽ നടന്ന സമരങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊതു സ്വഭാവം, ഇന്ത്യയിൽ നടന്ന സമരങ്ങളുടെ എല്ലാം പൊതു സ്വഭാവം എന്തായിരുന്നു? 2 ഘട്ടമായിട്ട് തിരിക്കാം. 1857, 58 വരെയുള്ള 1-ാം ഘട്ടം, 58-ന് ശേഷമുള്ള 2-ാം ഘട്ടം. 1-ാം ഘട്ടം എങ്ങനെയാണ്? അത് ബ്രിട്ടീഷുകാർ വന്ന അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കള്ളത്തരങ്ങൾ, കച്ചവടത്തിൽ അവർ കാണിക്കുന്ന നീതികേടുകൾ, അതിനൊക്കെ തദ്ദേശീയരായി എതിർത്തിട്ടുണ്ട്. അങ്ങനെ തദ്ദേശീയരായി എതിർത്തതിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടൊരു സായുധ കലാപം നടത്തുന്നത് മലയാളികളായിരിക്കും. 1721 ആറ്റിങ്ങൽ കലാപം. 150ഓളം ബ്രിട്ടീഷുകാരെ കൊന്നുകളഞ്ഞു. നമ്മൾ ഇന്നിപ്പോൾ അവിടെ ഒരു സ്ഥലത്തിൻ്റെ വാമനപുരമാറിൻ്റെ ഒരു സ്ഥലമാണ്. ആറ്റിങ്ങൽ കൊട്ടാരം നദിയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അവിടെ കൂടെ വന്നിട്ടാണ് 5 തെങ്ങ് കോട്ടയിലെ ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും സമ്മാനങ്ങൾ കൊടുക്കാനായിട്ടൊക്കെ വന്നതാണ്. രാത്രി തിരിച്ചു പോകുമ്പോൾ അവരെ പിന്നെ കുടമൺ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം കൊന്നുകളഞ്ഞു. 151 പേരെയും കൊന്നു. അതാണ് ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ വിദേശികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രഭൂമിയായി കേരളം ആദ്യം മുതലേ മാറിയിട്ടുണ്ട്. 1, ഇവരെന്തിനാ സമരം ചെയ്തത്? ആ സമരം ചെയ്ത ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നമുക്ക് മലയാളികൾ 3 പേരുണ്ട്. വേലുത്തമ്പി, പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, കിറ്റൂർ ചന്നമ്മ. ഇതേ കാലഘട്ടത്തിൽ വരുന്നതാണ് കിറ്റൂർ ചന്നമ്മ. 857 മുമ്പാണെങ്കിൽ നമ്മുടെ ഝാൻസി റാണി, താന്തിയ തോപ്പി, നാനാ സാഹിബ്, പേഷ്വ, അങ്ങനെയുള്ള നിരവധി പേർ സമരം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സമരം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു?
കിറ്റൂർ ചെന്നമ്മ സമരം ചെയ്തത് 1816 അവരുടെ ഭർത്താവ് മരിക്കുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു, അയാൾ 1824 മരിച്ചു. നിലവിലെ നാട്ടുരാജ്യത്തിലെ നിയമമനുസരിച്ച് പിന്തുടർച്ച അവകാശി ഇല്ലാതെ വന്നാൽ മറ്റൊരാളിനെ ദത്തെടുക്കാം പിൻഗാമിയായിട്ട്. അങ്ങനെയാണ് തിരുവിതാംകൂറിൽ റാണി ലക്ഷ്മിബായിയെയും റാണി പാർവതിബായിയെയും ദത്തെടുത്തു. അത് ലക്ഷ്മിബായിയുടെ മകനാണ് നമ്മുടെ സംഗീത സാമ്രാട്ട് സ്വാതിരുന്നാൾ. പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷം പിന്നൊരു ദത്തെടുപ്പ് നടന്നു. ആ ദത്തെടുപ്പിൽ ഒരാളിൻ്റെ മകനാണ് ചിത്തിര തിരുനാൾ, അവസാനത്തെ മഹാരാജാവ്. അപ്പോൾ ദത്തെടുക്കുക എന്നുള്ളത് പഴയ നാട്ടുരാജ്യങ്ങളിലെ നിയമാവലിയാണ്. പിന്തുടർച്ചാവകാശി ഇല്ലാതെ വന്നാൽ ദത്തെടുക്കാം. അപ്പോൾ റാണിയുടെ ചെന്നമ്മയുടെ മകൻ മരിച്ചു, നേരത്തെ ഭർത്താവ് മരിച്ചു, അപ്പോൾ ഒരു അവകാശിയെ വേണം. അങ്ങനെ അവകാശിയെ വേണമെന്നുള്ളത് കൊണ്ട് 1824 അവർ മകനെ ദത്തെടുത്തു. ആ ആളിൻ്റെ പേര് പിന്നെ ശിവലിംഗപ്പ എന്നായിരുന്നു. ശിവലിംഗപ്പ ദത്തെടുത്തു. ആ ദത്തെടുത്തതിനെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തെ അവരുടെ അന്ന് ബോംബെ പ്രവിശ്യമാണ്. മൗണ്ട് സ്റ്റുവർട്ട് എൽഫിൻസ്റ്റൺ എന്ന് പറയുന്നയാളായിരുന്നു ഗവർണർ. അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ റാണി ചെറുത്തു നിന്നു. അതാണ് 1814 യുദ്ധം തുടങ്ങാൻ കാരണം. 24 3 ബ്രിട്ടീഷ് മേജർമാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് അവർ കൊന്നത്. 2ാം വർഷം വീണ്ടും കൊലപാതകം നടന്നു. ആ 2ാം വർഷം നിന്ന കൊലപാതകത്തിൽ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തടവുകാരായി പിടിച്ചു. അതിനു മുമ്പ് ഈ കൊട്ടാരത്തിലിരുന്ന സ്വർണവും മറ്റൊരുപാട് വജ്രവും ഒക്കെ അവർ മോഷിച്ചു കൊണ്ടുപോയി. ഏതാണ്ട് ഇന്നത്തെ പറഞ്ഞാൽ 15 കോടിയോളം രൂപ മൂല്യമുള്ള സ്വർണം കവർന്നു കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അതിനെതിരെ ഒരു കലാപം നടത്തി. അവസാനം ഒത്തുതീർപ്പ് വന്നു. ഒത്തുതീർപ്പ് വന്നപ്പോൾ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചുവിടാം, തടവിലാക്കിയവരെ പിരിച്ചുവിടാമെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചുപോയി. പക്ഷേ അത് ബ്രിട്ടീഷുകാർ അത് പാലിച്ചില്ല. അങ്ങനെയാണ് പിന്നെ യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിൻ്റെ അവസാനമാണ് 828 അവർ തടവുകാരിയാവുകയും 29 ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. നിലവിലിരുന്ന നിയമമനുസരിച്ച് പിന്തുടർച്ചാവകാശി ഇല്ലാതെ വന്നാൽ നാട്ടുരാജ്യത്തെ ഒരാളെ ദത്തെടുക്കാമെന്ന നിയമം പണ്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ദത്താപഹാര നിയമം എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്ത് 1848 ദേവർ റാണി മരിച്ച് ഏതാണ്ട് 20 കൊല്ലത്തിന് ശേഷം ഗവർണർ ജനറലായി വന്നയാളാണ്. അദ്ദേഹമാണ് ദത്താപഹാര നിയമം കൊണ്ടുവന്നത്. ഇത്തരത്തിൽ നാട്ടുരാജ്യങ്ങളിൽ പിന്തുടർച്ചാവകാശികളില്ലാതെ വന്നാൽ ദത്തെടുക്കാനുള്ള അവരുടെ അവകാശത്തെ സർക്കാർ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാം എന്നായിരുന്നു ഡൽഹൌസി പ്രഭു വിചാരിച്ചത്. അപ്പോൾ ഡൽഹൌസി പ്രഭു നടപ്പിലാക്കുന്നതിനും 20 കൊല്ലം മുമ്പ് തന്നെ കിറ്റൂരിൽ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന മൗണ്ട് സ്റ്റുവർട്ട് എൽഫിൻസ്റ്റൺ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കിറ്റൂർ ചിന്നമ്മയെ എതിർക്കാനുള്ള കാരണം. അപ്പോൾ വ്യവസ്ഥ എന്താ? ബ്രിട്ടീഷുകാരെ പോലുള്ള കൊള്ളക്കാർ വന്നു കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് ഊനം തട്ടും. നിലവിലിരിക്കുന്ന വ്യവസ്ഥ തകർന്നു പോകും. ആ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് അതിൻ്റെ സമരപ്രഖ്യാപനത്തിലുണ്ട്. അത് ഏറ്റവും നല്ല ഉദാഹരണം കേരളം തിരുവിതാംകൂർ തന്നെയാണ്. കുണ്ടറ വിളംബരത്തിൽ വേലുത്തമ്പി പറയുന്നു. 1810 അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. 1809 പ്രസിദ്ധമായ കുണ്ടറ വിളംബരം. ആ കുണ്ടറ വിളംബരത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? ടിപ്പുവിൻ്റെ ആക്രമണമാണ്. മലബാർ ടിപ്പു ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും നീങ്ങുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ 2 കൂട്ടരുടെയും സൈന്യം അദ്ദേഹത്തെ നമ്മുടെ അങ്കമാലിക്ക് അടുത്ത് വെച്ച്, അവിടെ ഒരു കോട്ടയുണ്ട്, ആ കോട്ട ഒരു പുഴയൊക്കെ ഉണ്ടാക്കി, ആ കോട്ടയുണ്ട്, അവിടെ വെച്ച് എതിർത്തെങ്കിലും ടിപ്പുവിന് തിരിച്ചു പോകേണ്ടത്, അവിടെ സൈന്യമൊക്കെ ശക്തമായി തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗം ദിണ്ടികൾ ആക്രമിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി തിരിച്ചു പോകേണ്ടി വന്ന് ഒരു വലിയ യുദ്ധത്തിൽ കലാശിച്ചു. അതാണ് 3ാം മൈസൂർ യുദ്ധമെന്ന് പറയുന്നത്. അതിൽ ടിപ്പു പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി മലബാർ മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്നു. 1792 മംഗലാപുരം സന്ധി പ്രകാരം ഈ രാജ്യം മലബാർ മൊത്തത്തിൽ അവർക്ക് കിട്ടി, ബ്രിട്ടീഷുകാരെ കയ്യിൽ അകപ്പെട്ടു. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മൾ ഭൂമിശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ അതിർത്തിയായ ബലൂചിസ്ഥാൻ മുതൽ ബലൂചിസ്ഥാൻ, സിന്ധ്, കച്ച്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ ഒഴികെയുള്ള ബാക്കി കൊങ്കണ തീരം, കർണാടക, മംഗലാപുരം, മലബാർ, പൊന്നാനിപ്പുര വഴി എത്തും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം. അവശേഷിക്കുന്നത് കൊച്ചി, പൊന്നാനിക്ക് തെക്കുള്ള കൊച്ചിയും അരൂക്കുറ്റിക്ക് തെക്കുള്ള തിരുവിതാംകൂറും. ഇത്രയും പ്രദേശം കൂടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കന്യാകുമാരിക്ക് അപ്പുറത്ത് കിടക്കുന്ന തിരുനെൽവേലി ജില്ല മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ്, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വരാത്ത ഇന്ത്യൻ സമുദ്ര തീരം എന്ന് പറയുന്നത് പൊന്നാനിപ്പുഴ മുതൽ
കന്യാകുമാരി വരെയുള്ള പ്രദേശമുള്ളതുകൊണ്ട് ഈ രണ്ട് പ്രദേശത്തെയും കൂടി അവരുടെ സാമ്രാജ്യത്തിനകത്താക്കണം എന്ന് ബ്രിട്ടീഷുകാർ സ്വാഭാവികമായും ആഗ്രഹിച്ചു. പക്ഷേ അതിന് പെട്ടെന്ന് കയറി ആക്രമിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് മലബാർ ടിപ്പു ആക്രമിച്ചപ്പോൾ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംരക്ഷിക്കാനെന്നുള്ള വ്യാജേന അവരുമായിട്ട് കരാറുണ്ടാക്കിയ കരാറാണ് പിന്നീട് സൈനിക സഹായ വ്യവസ്ഥ എന്ന പേരിൽ ലോർഡ് വെല്ലസ്ലി വികസിപ്പിച്ചത്. അതനുസരിച്ച് സ്വന്തം സൈന്യം പാടില്ല, അവർക്ക് വർഷം തോറും കപ്പം ട്രിബ്യൂട്ട് കൊടുക്കണം. അങ്ങനെ കപ്പം കൊടുക്കുന്നതിനുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതും വേലുത്തപ്പ തന്നെയായിരുന്നു 1805. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് ചതി മനസ്സിലായത്. അദ്ദേഹം പറയുന്നു, കുണ്ടർ വിളംബരത്തിൽ പറയുകയാണ്, ആദ്യം അവർ 8 ലക്ഷം ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു. വീണ്ടും 2 ലക്ഷം കൂടി ചോദിച്ചു, അതും കൊടുത്തു. ഇനി ചോദിക്കില്ല എന്ന വ്യവസ്ഥയിന്മേൽ. പക്ഷേ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താ കാര്യം? ചതിയും വഞ്ചനയും അവരുടെ വംശപാരമ്പര്യമാകയാലും കുടികളിൽ അധിക നികുതി ചുമത്തിയും കോവിലുകളിൽ കുരിശും കൊടിയും നാട്ടിയും ബ്രാഹ്മണ സ്ത്രീകളെ യുഗഭേദം പോലെ സംസർഗം ചെയ്യുകയും ചെയ്താൽ ഇനി നമ്മൾ എന്തു ചെയ്യും? ഭാവി തലമുറ നമ്മോട് ചോദിക്കില്ലേ നിങ്ങളെന്ത് ചെയ്യുകയായിരുന്നു എന്ന്. അതുകൊണ്ട് നാം തിരിക്കുന്നു സമരത്തിന്. കുണ്ടറയ്ക്കടുത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് നാം തിരിക്കൽ. വേലുത്തമ്പിയുടെ സ്മാരകമായിട്ട് സമരത്തിന് അങ്ങനെയാണ് സമരത്തിന് പുറപ്പെട്ടത്. അപ്പോൾ എന്താണ്? കോവിലുകളിൽ കുരിശും കൊടിയും നാട്ടാൻ പാടില്ല. യുഗഭേദം പോലെ ബ്രാഹ്മണ സ്ത്രീ ഇന്ത്യൻ സ്ത്രീകളെ മുസ്ലിം ബ്രിട്ടീഷുകാർ വിവാഹം ചെയ്യാൻ പാടില്ല. കുടികളിൽ എന്ന് വെച്ചാൽ പാട്ടക്കുടിയാന്മാരുടെ പേരിൽ അധിക നികുതി ചുമതി വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ നെറിവില്ലാത്ത രീതിയിൽ പോകുന്നത് കൊണ്ട് നിലവിലുള്ള വ്യവസ്ഥയെ തിരുവിതാംകൂർ ഭരണത്തെ നിലനിർത്താൻ, ദളവാ പദവി നിലനിർത്താൻ, ജന്മിത്വത്തെ നിലനിർത്താൻ, ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത്. അപ്പം പഴശ്ശിരാജയുടെ പ്രശ്നം എന്തായിരുന്നു? കോട്ടക്കൽ എന്ന് പറയുന്ന വടക്കൻ മലബാറിലെ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനെതിരെയാണ് പഴശ്ശി സമരം ചെയ്യുന്നത്. എന്തായിരുന്നു ഝാൻസി റാണിയുടെ പ്രശ്നം? ദത്തെടുക്കാനുള്ള അവകാശം പരമ്പരാഗതമായിട്ട് കിറ്റൂർ ചെന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ ഝാൻസിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരെ നിഷേധിച്ചു. അതുകൊണ്ട് ദത്തെടുക്കാനുള്ള അവകാശം തിരിച്ചു കിട്ടണം. അപ്പം നിലവിലുള്ള അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ആദ്യകാലം മുതൽ 1721 ആറ്റിങ്ങൽ കലാപം മുതൽ 1857-58 ഉത്തരേന്ത്യൻ കലാപം എന്ന് പറയുന്ന ഒരു ഘട്ടം അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ 1858 ശേഷമുള്ളതോ? 58 ശേഷമുള്ള സമരവും ഈ 4 മുഖമുള്ളതാണ്. ഒന്ന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം, നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. 2, നാടുവാഴ്ചത്തിനെതിരെയുള്ള സമരം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയും. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ നടത്തിയത് അത്തരത്തിലുള്ള സമരമാണ്. ജന്മിവിരുദ്ധ കർഷക കലാപങ്ങൾ നടത്തി. അത് കർഷകർക്ക് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം എന്നുള്ള പുതിയ സമ്പ്രദായം. നേരത്തെ പഴശ്ശി സമരം ചെയ്യുമ്പോൾ, വേലുത്തമ്പി സമരം ചെയ്യുമ്പോൾ കർഷകന് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം സങ്കല്പം വന്നിട്ടില്ല. ജന്മിത്തമാണ് നിൽക്കുന്നത്. പാട്ടക്കുടിയാന്മാരാണ് കൃഷി ചെയ്തിരുന്നത്. 4ാമത്തെ കാര്യം, ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള കലാപം. ഈ 4 വ്യവസ്ഥകളും എന്തിനുള്ളത് വേണ്ടിയായിരുന്നു? ഈ 4 വ്യവസ്ഥകളും നിലവിലിരിക്കുന്ന 4 സമരങ്ങളും നിലവിലിരിക്കുന്ന വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. 858 വരെയുള്ള കലാപം നിലവിലിരുന്ന വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ 858 ശേഷമുള്ള സമരങ്ങൾ നിലവിലിരുന്ന വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം, ജന്മിത്വം അവസാനിക്കണം, പാട്ടക്കുടിയാന് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടണം, ജാതി വ്യവസ്ഥ ഇല്ലാതാകണം, സ്വതന്ത്ര മനുഷ്യൻ ജനിക്കണം, മാനവികതയുണ്ടാവണം, രാജഭരണം പോണം, അവിടെ പ്രജാഭരണം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഭരിക്കണം, ജനാധിപത്യം വരണം, രാജാധിപത്യം പോണം, ജനാധിപത്യം വരണം, ജാതി വ്യവസ്ഥ ഇല്ലാതാവണം, മാനവികത വളരണം, ജന്മിത്വം ഇല്ലാതാവണം, സ്വതന്ത്ര കർഷകൻ ഉണ്ടാവണം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പോകണം, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ദേശീയത വളരണം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 858 ശേഷമുള്ള സമരം. അപ്പോൾ 858 വരെ ഇവിടെ നടന്ന സമരത്തിൽ നിന്നും ഘടകവിരുദ്ധമാണ്, നേരെ തിരിച്ചാണ് 2ാമത്തെ കലാപം. 100 കൊല്ലക്കാലം നീണ്ടുന്ന, അല്ലെങ്കിൽ 90 കൊല്ലക്കാലം 1947 വരെയുള്ള കലാപം. അപ്പോൾ എന്താണ്? നിലവിലുള്ളതിനെ സംരക്ഷിക്കാൻ ചെയ്യുന്ന സമരം സ്വാതന്ത്ര്യ സമരമാണ്, നിലവിലുള്ളതിനെ ഇല്ലാതാക്കാൻ ചെയ്യുന്ന സമരവും സ്വാതന്ത്ര്യ സമരമാണ്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകമാണ് ചരിത്ര വിദ്യാർത്ഥിക്കും ചരിത്ര രചയിതാക്കൾക്കും ഉണ്ടാവേണ്ടത്. കാരണം 858 ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? കേരളത്തിലടക്കമുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ മുഖ്യധാരകൾ ഉണ്ടായതെന്നാണ്. 858 മുമ്പ് തിരുവിതാംകൂറിൽ, തെക്കൻ തിരുവിതാംകൂറിൽ വൈകുണ്ഠസ്വാമിയുടേതുണ്ട്. 852 കാലഘട്ടത്തിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിയം അവിടെ സംഭവിക്കുന്നത്. ബാക്കിയുള്ള കലാപങ്ങളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? കേരളത്തെ ഇളക്കി മറിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ്? 1854
ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. 68 പൽപ്പു ജനിക്കുന്നത്. 73 കുമാരനാശാൻ ജനിക്കുന്നത്. 75 മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ 858 ശേഷമാണ്, രണ്ടാം പകുതിയിലാണ്. ഈ സമരങ്ങളെല്ലാം നയിച്ചത് ബുദ്ധിജീവികളാണ്. ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും കൂടി ഇളക്കിവിട്ട മാനവീയ സിദ്ധാന്തങ്ങളെ ജനങ്ങളിലെത്തിച്ചതാര്? അവർ സന്യാസിമാരാണ്, എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. അവർ കാര്യങ്ങൾ മുമ്പിൽ വരുന്നവരോട് പറയും. വരുന്നവർക്ക് കേട്ടാണ് ഒരു തീപ്പൊരിയിൽ നിന്ന് അഗ്നി പടർന്ന് സമൂഹത്തെ ആകെ കത്തിച്ച് ചാമ്പലാക്കുന്ന, അനിഷ്ടങ്ങളെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്ന, അനാചാരങ്ങളെ കത്തിച്ച് ചാരമാക്കുന്ന പ്രസ്ഥാനം ഏറ്റെടുത്തതാരാണ്? അയ്യങ്കാളി, സി വി കുഞ്ഞിരാമൻ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ, കെ പി കേശവമേനോൻ, കേളപ്പൻ തുടങ്ങിയവരെല്ലാം തന്നെ ആരാണ്? ബുദ്ധിജീവികളാണ്, അഭ്യസ്തവിദ്യരായ ബുദ്ധിജീവി. അവരാണ് ഈ സമരം നയിച്ചത്. ആ സമരമാണ് 1947 സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. ഉത്തരവാദിത്വ ഭരണം, നാടുവാഴിത്തം പോയി ജനങ്ങൾക്കപ്പെട്ട ജനാധിപത്യ സമൂഹങ്ങൾ ഇന്ത്യയിലെ 555 നാട്ടുരാജ്യങ്ങളിലും വന്നത്. ജാതി വ്യവസ്ഥ കഴിഞ്ഞ് ജാതി വിവേചനമില്ലാതായി ഒരു സാമൂഹ്യ വിവേചനമായിട്ട് ഇപ്പോഴും ജാതി നിൽക്കുന്നുണ്ട്, പക്ഷേ വിവേചനമില്ല. കേരളത്തിലേ ഉള്ളൂ എങ്കിലും അത് കേരളത്തിലെങ്കിലും സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ തരത്തിലുള്ള സമരം നടന്നതുകൊണ്ടാണ്. ഇതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിതകളുടെ പ്രാധാന്യമാണ് നമ്മളൊന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള സമരമാണ് സ്വാതന്ത്ര്യ സമരമെങ്കിൽ ഈ 4 മേഖലയിലും പ്രവർത്തിച്ച വനിതകളെ നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ നാടകകൃത്തുക്കളാണ്, നാടകാചാര്യന്മാരാണ്, ഒരു ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് കിറ്റൂർ ചെന്നമ്മയെ അവതരിപ്പിച്ചതുപോലെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് മൃഗീയമായി കൊല ചെയ്യപ്പെട്ട മറ്റൊരു മലയാളി സ്ത്രീയെ നിങ്ങൾ കലാപരമായി അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, ശകുന്തളാദേവി. തെക്കൻ തിരുവിതാംകൂറിലെ വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷിയാളായാണ് യശക്കി അമ്മാളെന്ന് പ്രാദേശിക ഭാഷയിലും ശകുന്തളാദേവി എന്ന് രേഖകളിലും കാണുന്ന ആ സ്ത്രീ. അവർ രണ്ടാമുണ്ട് ഒരു കുപ്പായം ധരിച്ചുകൊണ്ട് പൊതുവഴിയിലൂടെ നടന്നുപോയി എന്നുള്ളതാണ് അവർ ചെയ്ത ആക്ഷേപം, കുറ്റം. ഇതേ കാലഘട്ടം 1878 അവർ ജനിക്കുന്നത്. 1829 സ്വാതന്ത്ര്യനാൾ അധികാരമേൽക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവരെ ഒരു കാളവണ്ടിയിൽ കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോയി രക്തസാക്ഷിയാവുന്നത്. അത് ഉജ്ജ്വലമായൊരു കഥാപാത്രമാണ്. അതിൽ നാടകാവിഷ്കാരം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളി സദസ്സിന് അത് പുതിയൊരു അനുഭവമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ മസ്തിഷ്കത്തിൽ കത്തുന്ന ഏതെങ്കിലും ഒരു തീപ്പൊരി ഒന്ന് ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങളുടെ ഭാവനയുടെ തീപ്പൊരി ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അക്കാര്യത്തിൽ. അപ്പോൾ ചിന്നമ്മ നടത്തിയ സ്വന്തം രാജ്യത്തിലെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി നടത്തിയ സമരത്തോളം പ്രാധാന്യമുള്ളതാണ് സ്ത്രീകൾക്ക് തുല്യ പദവിയോടുകൂടി സമൂഹത്തിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നടത്തിയ ശകുന്തളാദേവിയുടെ രക്തസാക്ഷിത്വവും. ഒരേ കാലഘട്ടമാണ്, 2 വ്യത്യസ്ത രൂപങ്ങളാണ്. വ്യത്യസ്ത രൂപങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ സമരത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമായതുകൊണ്ടാണ്. എന്തായിരുന്നു ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ ലഹള എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയത്. വാസ്തവത്തിൽ എഴുതേണ്ടിയിരുന്ന ചാന്നാട്ടി ലഹള എന്നാണ്. സ്ത്രീകളാണ്, എത്ര സ്ത്രീകൾ സമരം ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇന്നത്തെ ഓലപ്പുരകളാണ്, ഓലയിലാണ് നാരായം കൊണ്ട് രേഖകൾ എഴുതുന്നത്. എത്ര പേർ മരിച്ചു എന്നുള്ളത് എഴുതി ഓലപ്പുരയുടെ ചുവരിൽ ഇങ്ങനെ ചൊരുകി വയ്ക്കും. കത്തിച്ച് കളഞ്ഞാൽ മുഴുവൻ രേഖയും പോയി. അങ്ങനെയാണ് നമുക്ക് രേഖകൾ കിട്ടാതെ വന്നത്. പക്ഷേ നാട്ടുകാർ പറഞ്ഞ ചാന്നാട്ടി ലഹള എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ സാങ്കത്യം? എന്തിനാണ് നമ്മൾ സമരം ചെയ്തത്? എന്തിനായിരുന്നു വസ്ത്രധാരണ അവകാശം വന്നത്? നൂറ്റാണ്ടുകളായി കേരളത്തിലെ ആണും പെണ്ണും ഒറ്റമുണ്ടുടുത്തായിരുന്നു നടന്നിരുന്നത്. ഇപ്പോഴും പുരുഷന്മാർ അമ്പലത്തിൽ കയറുമ്പോൾ ഒറ്റമുണ്ടേ ഉടുക്കാറുള്ളൂ, പാൻ്റ് ഇടാൻ പറ്റില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നും പാൻ്റ് ഇട്ട് പോകാൻ പറ്റില്ല. ഒറ്റമുണ്ടുടുത്തു മാത്രമേ ആണിനും പെണ്ണും നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് 2 മുണ്ട് വേണമെന്നോ കുപ്പായം വേണമെന്നോ തോന്നിയത്? പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവുമോ? നമുക്കൊരു ഉൾവിളി ഉണ്ടാകണമെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം, ഒരു പശ്ചാത്തലം ഒത്തുവരണം. നമ്മൾ പ്രകോപിതരാവുകയോ ആരോടെങ്കിലും കയർത്ത് സംസാരിക്കുകയോ ചെയ്യുന്ന സുമ്മാ എന്നൊക്കെ പ്രകോപനം വരുമോ? ഇപ്പോൾ രാജാവാരൻ എന്നെ നോക്കി ഒന്ന് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരാം. 2 വാക്ക് പ്രയോഗിച്ചാൽ കൂടുതൽ ദേഷ്യം, ഞാൻ പ്രകോപിതനാവും. അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ആ സാഹചര്യം? ആ സാഹചര്യം എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് കമ്പനിക്കാർ ഇവിടെ വന്നത്? കേരളത്തിൽ നിന്ന് കുരുമുളകും കയറും വേണം. കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മേന്മയേറിയ പട്ടുതരങ്ങൾ, വസ്ത്രം, തഞ്ചാവൂർ പട്ട്,
അല്ലെങ്കിൽ ഡാക്ക മസ്ലിൻ, ബനാറസ് പട്ടുതരങ്ങൾ, അത്തരമുള്ള തുണികൾ വേണം. ഈ തുണികൾ യൂറോപ്യൻ സമൂഹത്തിലെ അഭിജാത വനിതകൾക്കും അഭിജാത പുരുഷന്മാർക്കും അനിവാര്യമായിരുന്നു. അവർക്ക് ആഡംബരം കാണിക്കാൻ മേന്മേറിയ വസ്ത്രം വേണം. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ സ്വഭാവമാണ്, നമ്മൾ മേന്മേറിയ നമ്മുടെ ഒരു ആഡംബരം കാണിക്കുക എന്താ ആദ്യം ചെയ്യുക? ലക്ഷക്കണക്കിന് രൂപയുള്ള സാരി വാങ്ങിക്കും, ഒരു തവണ ഉടുത്തിട്ട് മടക്കി വയ്ക്കും. അതാണ് രീതി, നമ്മുടെ ഒരു ശീലമാണ്, ആ കൾച്ചറാണ്. അതായിരുന്നു അവസ്ഥ. അങ്ങനെയാണ് തുണി വാങ്ങാൻ വന്നത്. കയറും കുരുമുളകുമാണ് കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ കൊണ്ടുപോയി മറിച്ച് വിറ്റ് ആ കിട്ടുന്ന ലാഭം കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമ്പന്നമായിക്കൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടിയ മിച്ചം ഉപയോഗിച്ച് അവർ ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിപ്ലവം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തു, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ. അവിടെ ഉണ്ടായത് ആദ്യം ബാധിച്ചത് 1884 സ്ഥാപിക്കപ്പെട്ട പവർലൂം ആയിരുന്നു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. ഇന്ത്യയിൽ കൈത്തറിയിലാണ് ഉൽപ്പാദനം നടത്തിയിരുന്നത്. ആ ഉൽപ്പന്നമാണ് അവിടെ കൊണ്ടുപോയിരുന്നത്. അവിടെയും കൈത്തറി ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻ കമ്പോളത്തിൽ ആവശ്യത്തിന് കൂടുതൽ കാരണം ആവശ്യക്കാരേറെ ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വസ്ത്രം കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷേ കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി ബ്രിട്ടനിൽ വന്നപ്പോൾ, അവിടെ വ്യാവസായിക നഗരങ്ങൾ ഉയർന്നു വന്നപ്പോൾ, ലങ്കാഷയറും ചെഷയറും യോർക്ക്ഷയറും ലണ്ടനുമൊക്കെ മാഞ്ചസ്റ്ററുമൊക്കെ വസ്ത്രനിർമ്മാണ കേന്ദ്രങ്ങളായി മാറിയപ്പോൾ, ആ പവർലൂം വന്നപ്പോൾ അമിത ഉൽപ്പാദനമുണ്ടായി, ഉൽപ്പാദന മിച്ചമുണ്ടായി. ആ ഉൽപ്പാദന മിച്ചം ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടത് ആവശ്യമായി വന്നു. നേരത്തെ തുണി വാങ്ങാൻ വന്നവർ ഇപ്പോൾ തുണി വിൽക്കാൻ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 858 വരെ നിലവിലുള്ളതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ നടന്ന സമരമെങ്കിൽ 852 നിലവിലുള്ളത് തകർക്കാൻ വേണ്ടിയിട്ടാണ്, പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ബ്രിട്ടനിലെ യന്ത്രവൽക്കരണം നടക്കുന്നതിന് മുമ്പ്, പവർലൂം വരുന്നതിന് മുമ്പ് തുണി വാങ്ങാനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടക്കാർ ഇന്ത്യയിൽ എത്തിയിരുന്നത് എങ്കിൽ അതിനുശേഷം അവിടെ വസ്ത്രോൽപാദനം കൂടിയപ്പോൾ, അമിതോൽപാദനം ഉണ്ടപ്പോൾ ആ ഉൽപ്പന്നങ്ങളെ കമ്പോളത്തിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവർക്ക് തുണി കച്ചവടത്തിനായിട്ട് ഇവിടെ വരേണ്ടി വന്നു. പക്ഷേ കച്ചവടം നടക്കണമെങ്കിൽ ഇവിടെ ജനകോടികൾ ഒറ്റ മുണ്ടുടുത്ത് നടക്കുകയാണ്. അവരെ രണ്ടാം മുണ്ട് ഉടുപ്പിക്കണം. രണ്ടാം മുണ്ട് ഉടുപ്പിക്കുക എന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. വസ്ത്രധാരണ രീതിയിൽ മാറ്റം, നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വന്നതുപോലെ, കഞ്ഞിയും ചോറും കളഞ്ഞ് നമ്മൾ പൊറോട്ടയിലേക്ക് പോയതുപോലെ ആണല്ലോ വസ്ത്രധാരണ. നമ്മുടെ ആഹാര രീതി മാറിയല്ലോ. ആഹാര രീതി മാറിയത് നമ്മുടെ സംസ്കാരത്തിൻ്റെ സൂചകങ്ങൾ മാറിയെന്നാണ്. അങ്ങനെ സംസ്കാരത്തിൻ്റെ സൂചകമായിരിക്കുന്ന വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തിയാൽ കോടിക്കണക്കിന് മീറ്റർ തുണി വിൽക്കാം എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയപ്പോൾ അവർ പ്രൊട്ടസ്റ്റൻ്റ് ക്രൈസ്തവ മിഷണറിമാരെ അതിലേക്ക് ഉപകരണമാക്കി. അവരറിഞ്ഞില്ല, പാവങ്ങൾക്ക് അവർക്കറിഞ്ഞുകൂടാ. അവർ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. കർത്താവ് പറഞ്ഞ് അവർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ വസ്ത്രധാരണ അവകാശത്തിന്, വസ്ത്രധാരണം എന്നുള്ള സാംസ്കാരിക സങ്കല്പത്തെ മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർ ചെയ്യുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട സാധ്യത വളർത്തുകയാണ് എന്ന് ആ പാവങ്ങൾ അറിഞ്ഞില്ല. അവർ സുവിശേഷം വികസിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവരിറക്കി 1806 ആദ്യത്തെ പള്ളി പള്ളിയാടിയിൽ, നാഗർകോവിലിനടുത്ത് പള്ളിയാടിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ പുരോഹിതന്മാർ പള്ളിയിൽ വന്ന വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം, ദേഹശുദ്ധി വരുത്തി വരണം, വസ്ത്രശുദ്ധിയോടുകൂടി വരണം. സ്ത്രീകളാണെങ്കിൽ ഈ പുരോഹിതന്മാരുടെ വീട്ടിലെ സ്ത്രീകളെപ്പോലെ കുപ്പായം ധരിച്ചു വരണം. കുപ്പായം ധരിച്ചു വരണമെന്ന് പറഞ്ഞ കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല. തീരപ്രദേശത്തെ മുക്കുവ സ്ത്രീകൾ ഒറ്റമുണ്ടും കുപ്പായവും ധരിച്ചിരുന്നു ഈ കലാപത്തിന് മുമ്പും. കേരളത്തിലെ മുസ്ലിങ്ങൾ, മലബാറിലെയല്ല തിരുവിതാംകൂറിലെയും മുസ്ലിം സ്ത്രീകൾ കുപ്പായം ധരിച്ചിരുന്നു. അത് ഓർക്കണം. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്തവർക്കാണ് ഈ പ്രശ്നമുണ്ടായത്. അപ്പോൾ കുപ്പായം ധരിച്ചു വരണമെന്ന് പറഞ്ഞു. കുപ്പായം ധരിച്ചുകൊണ്ട് ഇവർ ചെന്നു. അത് നാട്ടുപ്രമാണത്തിനും നാട്ടുരീതിക്ക് എതിരായതുകൊണ്ട് കലാപമുണ്ടായി, അടിച്ചു ബഹളമുണ്ടാക്കി. അപ്പോൾ ഇത് യഥാർത്ഥ തുടക്കം എന്താണ്? അതിൻ്റെ അർത്ഥശാസ്ത്രം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ സംസ്കാരത്തിലൊരു മാറ്റം വരുത്തണം. അതൊരു സാംസ്കാരിക വിപ്ലവമാണ്. വാസ്തവത്തിൽ വസ്ത്രധാരണ അവകാശമായി കലാപങ്ങളുണ്ടായി. ഈ കലാപമാണ് നമ്മുടെ ശകുന്തളാദേവിയുടെ ജീവിതത്തിന് അറുതിയായത്. അവർ കളരി അഭ്യാസിയൊക്കെ ആയിരുന്നു. അന്ന് തെക്കൻ പ്രദേശങ്ങളിൽ ആണും പെണ്ണും കളരി പഠിക്കുമായിരുന്നു കൊച്ചു പ്രായത്തിൽ തന്നെ. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരെ ഏറ്റുമുട്ടിയത് തദ്ദേശീയരോടാണ്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണമെന്ന് പുരോഹിതന്മാർ പറയുകയും കുറേ അടിയാള ജാതിയിൽപ്പെട്ട ആൾക്കാരെല്ലാം പള്ളിയിൽ ചേരുകയും ചെയ്തപ്പോൾ ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കാൻ ഒരു ദിവസം ആൾ കുറഞ്ഞു. 7 ദിവസവും പണിതുകൊണ്ടിരുന്നത് 6 ദിവസമായപ്പോൾ ഒരു ദിവസത്തെ അധ്വാനം നഷ്ടം അവരെ നോക്കുമ്പോൾ. അതാണ് ഒരു കാര്യം. അവിടെ ഊഴിയവേല എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഊഴിയവേല എന്ന് വെച്ചാൽ പ്രതിഫലമില്ലാതെ ജോലി ചെയ്യുക. നമ്മുടെ വീട്ടിൽ പണ്ട് അമ്മയും മുത്തശ്ശിമാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇരുട്ട വെളുക്ക പണിയാണ്.
രാവിലെ 4 മണിക്കോ 5 മണിക്കോ എണീറ്റ് അടുക്കളയിൽ കയറി പണിയെല്ലാം ചെയ്ത് രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ 12 മണിക്കോ ഈ പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെച്ചതിന് ശേഷം കൂടി അവർക്കൊന്ന് തല ചായ്ക്കാൻ, എന്നിട്ട് വീണ്ടും രാവിലെ 4 മണിക്ക് എടുക്കണം. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ആവശ്യം വെച്ചോണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി തരണമെന്നോ ഒരു മിഠായി ഉണ്ടാക്കി തരണമെന്നോ പോകുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ പറയുന്നത് ഞാനെന്തൊരു ഊഴിയ വേല എടുക്കണോ? ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ ഊഴിയ വേല എന്ന് വെച്ചാൽ പ്രതിഫലമില്ലാത്ത പണിയാണ്. ആ പ്രതിഫലമില്ലാത്ത പണിയാണ് ജന്മിമാരുടെ പാടത്തും ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും കോവിലകങ്ങളും നടന്നിരുന്നത്. അതിനെതിരെയുള്ള കലാപമായിട്ട് ഇത് മാറി. അതുകൊണ്ട് ഈ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ പശ്ചാത്തലം മറ്റൊരു സാമ്പത്തിക തൊഴിൽ തർക്കവും കൂടിയാണ്. ആ തർക്കത്തിലാണ് നമ്മുടെ യശക്കി അമ്മാൾ എന്ന് പറഞ്ഞ ശകുന്തളാദേവി വരുന്നതും ആ സമരം വ്യാപകമാകുന്നതും. 1859 ഒരു ഉത്തരവിൻ പ്രകാരം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്കും 2 മുണ്ട് ധരിക്കാം എന്നും 865 ഉത്തരവ് പ്രകാരം ജാതിമത ഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രമാകാമെന്നുള്ള ഉത്തരവിറക്കാൻ സർക്കാർ നിർബന്ധിതമായത് ഈ കാരണത്താലാണ്. അപ്പോൾ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി, സ്ത്രീയുടെ മാന്യത സംരക്ഷിക്കാൻ വേണ്ടി, നഗ്നത എന്ന സാംസ്കാരിക പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി നടത്തിയ സമരവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് ഒരു 100 കൊല്ലം മുമ്പ് 932 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചതിന് ശേഷം അതിന് നേതൃത്വം കൊടുത്ത പലരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പോകുന്നില്ല. സ്ത്രീകൾക്ക് വിലക്കുണ്ടായിട്ടല്ല, അവർ പോകില്ല. പോകാത്തതിന് കാരണം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലും പെരിന്തൽമണ്ണയ്ക്കടുത്ത് കോട്ടയ്ക്കലുള്ള ഒരു ക്ഷേത്രത്തിലും സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒറ്റ മുണ്ടുടുത്തു മാത്രമേ പറ്റൂ എന്ന് നിയമമുണ്ട്. അത് ആചാരം, ക്ഷേത്രത്തിൻ്റെ ആചാരം. അപ്പോൾ ഒറ്റ മുണ്ടുടുത്ത് മാത്രമേ പോകാൻ പറ്റുമെങ്കിൽ അർദ്ധനഗ്നകളായിട്ടേ പോകാവൂ എന്നാണ് നിയമം. ആ നിയമം പാലിക്കാൻ സ്ത്രീകൾ തയ്യാറല്ല. വിശ്വാസികളായ സ്ത്രീകളാരും തങ്ങളുടെ മാന്യത, നഗ്നത എന്ന് പറയുന്ന പ്രശ്നത്തെ ഒരു മാന്യമായും സംസ്കാരത്തിൻ്റെ സൂചകമായും കണ്ടുകൊണ്ട് അവർ പോകാൻ തയ്യാറായില്ല. ആ വിവരം പറഞ്ഞ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇപ്പോഴും 100 കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ 90 കൊല്ലത്തിന് ഇപ്പോഴും എടുത്ത് ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. ഈ വിവരം പറഞ്ഞ മന്നത്ത് പത്മനാഭൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ദേവൻ ശാഠ്യം പിടിച്ചാൽ, എൻ്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു, ആ ദേവനെ ബഹിഷ്കരിക്കുക എന്ന് പറയാൻ ആർക്കും തൻ്റെ ഇടമില്ലല്ലോ. ആ തൻ്റെ ഇടമില്ലായ്മയാണ് ജനാധിപത്യത്തിൻ്റെ ഗുണം. നമ്മൾ വിചാരിക്കുന്ന ജനാധിപത്യത്തിന് ഒരുപാട് ഗുണമുണ്ട്, തൻ്റെ ഇടം കിട്ടിയത് അങ്ങല്ല. പല തൻ്റെ ഇടവും നമുക്കില്ലാതെ പോകുന്നതും ജനാധിപത്യ ഭരണത്തിൽ തന്നെയാണ്. ജനാധിപത്യമില്ല, നാടുവാഴിത്തമാണെന്നുള്ളത് കൊണ്ടത് പോയി. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് വിദേശികൾക്കെതിരായ സമരവും, 2 ഇന്ത്യക്കകത്തുള്ള പ്രശ്നങ്ങൾക്കെതിരായ സമരവും. വിദേശികൾ ആര് എന്ന് തീരുമാനിക്കുന്ന ചില വ്യവസ്ഥകൾ വേണം. ഇന്ത്യാവൽക്കരിക്കപ്പെട്ട വിദേശികളായ ഒരുപാട് പേരുണ്ട്. വാസ്തവത്തിൽ ടോണി ജോസഫ് എന്ന് പറഞ്ഞ മലയാളി പത്രപ്രവർത്തനം എഴുതിയ ഏർലി ഇന്ത്യൻസ് ഹൂ വെയർ ദേ വേർ ഡു ദേ കം ഫ്രം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 75,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന മൊറോക്കോ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സാഫ പട്ടണത്തിന് 50 കിലോമീറ്റർ തെക്കുള്ള അൽ ജബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ഹോമോസാപ്പിയൻ യാത്ര ആരംഭിച്ചു എന്നാണ്. ആ ഹോമോസാപ്പിയനാണ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് കറുപ്പ് നിറമുള്ളവനും തവിട്ട് നിറമുള്ളവനും വെള്ള നിറമുള്ളവനും മഞ്ഞ നിറമുള്ളവനും ഒക്കെ ആയി നിറത് അമേരിക്കയിലെത്തിയപ്പോൾ ചെമ്പ് നിറമുള്ളവൻ, റെഡ് ഇന്ത്യൻകാരൻ ചെമ്പ് നിറമുള്ളവനും ആയത്. 5000 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യയുടെ അതിർത്തി ബലൂചിസ്ഥാനിലെത്തിയെന്നാണ്. അപ്പോഴേക്കും അവർ കൃഷി പരിചയപ്പെട്ടിരുന്നു എന്നാണ്, അഥവാ കൃഷി വികസിപ്പിച്ചിരുന്നു എന്നാണ്. അവർ തീരപ്രദേശം വഴിയോ കടൽ വഴിയോ ആണ് സഞ്ചരിച്ചത്. നിങ്ങൾ ഭൂപടം പരിചയമുള്ളവരാണ് എങ്കിൽ ആഫ്രിക്കയിൽ നിന്നും അവർ തിരിച്ച് സൂയസ് കരയിടുക്ക് വഴി, പിന്നീടാണ് കടലിടുക്കായത്, ആ കരയിടുക്ക് വഴി പാലസ്തീനിൽ പ്രവേശിച്ച് സൗദി അറേബ്യ വഴി ഇറാഖിലെത്തി, ഇറാൻ വഴി പാകിസ്ഥാൻ വഴി ഇന്ത്യ വഴി ഇവിടെ കൂടെ ചുറ്റി വടക്കോട്ട് പോയി അങ്ങ് ബംഗാൾ വഴി മ്യാൻമാർ വഴി മലയ വഴി വിയറ്റ്നാം വഴി കംപൂച്ചിയ വഴി ചൈന വഴി, ചൈനയുടെ കിഴക്കൂടി അങ്ങോട്ട് പോയി ചൈനയുടെ വടക്ക് പടിഞ്ഞാറുള്ള ഒരു പ്രദേശവും അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ളൊരു പ്രദേശവും നമ്മൾ കൂട്ടിമുട്ടുന്നുണ്ട്. അതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കടലാണ് ബെറിങ് കടൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ബെറിങ് കടലെടുക്ക്. വ്ളാഡിവസ്റ്റോക്ക് എന്ന് പറയുന്ന സൈബീരിയയുടെ ഒരു ഭാഗവും USA ഭാഗമായിട്ടുള്ള അലാസ്ക എന്ന് പറഞ്ഞ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരു പ്രദേശവും തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെ കൂടി അവർ അമേരിക്കയിൽ കടന്നു. 1000 കൊല്ലം കൊണ്ട് അമേരിക്ക മുഴുവൻ അവർ കീഴടക്കി എന്നാണ്. അവിടെ അധിനിവേശം മനുഷ്യരില്ലായിരുന്നു. അവരാണ് ഒരു ചുവന്ന ഇന്ത്യക്കാർ. ഇന്ത്യയിലെത്തിയവർ അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ആ ഒരു പൂർവ്വപിതാക്കളുടെ
നമ്മുടെ പിതൃക്കളുടെ മക്കളാണ് എങ്കിൽ ആര്യനെന്നും അനാര്യനെന്നും ദ്രാവിഡനെന്നും അല്ലെങ്കിൽ മുഗളനെന്നും സുൽത്താനെന്നും ഒക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ ജാതികളില്ല, വംശങ്ങളില്ല, മനുഷ്യരേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ട ആർക്കെതിരെയും സമരം ചെയ്യേണ്ട കാര്യമില്ല. വിദേശികളായി നിൽക്കുന്നവർക്കെതിരെയുള്ള സമരമാണത്. അപ്പോൾ വിദേശികൾക്കെതിരായ സമരം. തദ്ദേശീയമായി നാടുവാഴിത്വം അവസാനിപ്പിച്ച് ജനാധിപത്യം സ്ഥാപിക്കണമെന്നുള്ള നാട്ടുരാജ്യങ്ങളുടെ ഉത്തരവാദ പ്രക്ഷോഭം. ജന്മിത്വം അവസാനിപ്പിച്ച് കർഷകന് സ്വതന്ത്രനായി നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അവന് കേരളത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെയും സാമ്പത്തികവും സാമൂഹിക വികാസം ഉണ്ടാക്കാൻ പറ്റൂ. വാസ്തവത്തിൽ 1957 കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി 36 ലക്ഷം പാട്ടക്കുടിയന്മാർ ഭൂമിയിൽ ഉടമസ്ഥരായപ്പോഴാണ് അവർക്ക് സാമ്പത്തികമായി കിട്ടിയ മിച്ചം കൊണ്ട് 6 രൂപ ഫീസ് കൊടുത്ത് സ്വന്തം മക്കളെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായി കഴിഞ്ഞത്. ഞാൻ ഫീസ് കൊടുത്ത് പഠിച്ച ഒരാളാണ്. ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഒരുപാട് വരാന്തിയിൽ വെളിയിൽ നിന്നിട്ട് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. 69 EMSൻ്റെ കാലത്താണ് CH മുഹമ്മദ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് 9ഉം 10ഉം ക്ലാസ്സിലെ ഫീസ് എടുത്ത് കളഞ്ഞത്. 79 PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി ഫീസ് എടുത്തു കളഞ്ഞത്. ഇന്നത്തെ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ സൗജന്യമാകാൻ കാരണം മന്ത്രിമാരുടെ മഹാമനസ്കതയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും മിഷണറിമാരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമല്ല, കേരളത്തിലെ സ്വതന്ത്ര കർഷകൻ്റെ ശക്തിയായിരുന്നു. ആ ശക്തി ഉള്ളതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിച്ചു. അവൻ പിന്നീട് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഫീസ് ഒഴിവാക്കാനും സാധിച്ചു. ആ സമ്മർദ്ദത്തിൽ ആ സ്വതന്ത്ര കർഷകൻ്റെ മക്കളാണ് 1ാം തലമുറയിൽപ്പെട്ട എന്നെ പോലുള്ളവർ. എൻ്റെ മക്കളൊക്കെ പഠിച്ചപ്പോൾ ഇനി ഫീസല്ല എന്ത് കുന്തം കൊണ്ടെങ്കിലും കൊടുത്ത് പഠിക്കുക, ഇവിടെ പഠിക്കേണ്ട വിദേശത്ത് പഠിച്ചാൽ മതിയെന്നൊരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തി. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അങ്ങനെ മാറിപ്പോയി. അപ്പോൾ 57 നിയമം അത് കേരളത്തിൽ മാത്രമേ സംഭവിച്ചുള്ളൂ. കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു മധ്യവർഗം വളർന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രസവം ആശുപത്രിയിലേക്ക് മാറിയത്. അതുകൊണ്ടാണ് ശിശു ജനന നിരക്ക് കുറഞ്ഞത്, ശിശു മരണ നിരക്ക് കുറഞ്ഞത്, ആയുർദൈർഘ്യം വർദ്ധിച്ചത്, എന്നെപ്പോലുള്ള ഇപ്പോഴും ചാകാതിരിക്കുന്നത്. കേരള സർക്കാരിന് വിനയായിട്ട് ഏതാണ്ട് 1 കോടിയോളം സീനിയർ സിറ്റിസൻസ് പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷം പേർ സർവീസ് പെൻഷൻകാരുണ്ട്, 65 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുണ്ട്. ഇവർക്കൊക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ്? ചരിത്രത്തിൽ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജന്മിത്വം അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കാത്തതുകൊണ്ട് അവിടെ ജനാധിപത്യവുമില്ല, സ്വതന്ത്ര കർഷകരില്ല, മാനവികതയില്ല, ബഹളങ്ങളൊന്നുമില്ല. അവരിപ്പോഴും സ്വച്ഛമായിട്ട് പൂർവികരുടെ സനാതന ധർമ്മം പാലിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നു. പൊയ്ക്കോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ ചരിത്രം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സൃഷ്ടിയല്ല, രാജാവിൻ്റെ ചരിത്രമല്ല, അദ്ദേഹം കൊട്ടാരങ്ങൾ പണിതതല്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ പളപളപ്പല്ല, ജന്മിത്വത്തിൻ്റെയും നാടുവാഴിത്തിൻ്റെയും ചരിത്രമല്ല. അത് ഉൽപ്പാദന ഉപകരണങ്ങളുടെയും ഉൽപ്പാദന ബന്ധങ്ങളുടെയും അനുസ്യൂതമായ വികാസത്തിൻ്റെ കാലഗണനാപരമായ അവതരണമാണ് എന്ന് DD കൊസാംബി എന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു കൊല്ലൻ ആയുധമുണ്ടാക്കി കലപ്പയുടെ അറ്റത്ത് കൊഴു വച്ച് പിടിപ്പിച്ചു, എങ്ങനെയാണ് ആ കൊഴുവിനെ അല്ലെങ്കിൽ ആ മരത്തെ ഉണ്ടാക്കാൻ ഒരു ഉളി ഉണ്ടാക്കാൻ പറ്റിയത്, ഇരുമ്പിനെ എങ്ങനെ ഉരുക്കാക്കി, ആ ഉരുക്കുപയോഗിച്ച് എങ്ങനെ പാറ പൊട്ടിച്ചു, ആ പാറ പൊട്ടിച്ച് എങ്ങനെ ആട്ടുകല്ലും അമ്മിക്കല്ലും അരകല്ലും ഇടകല്ലും ഒരകല്ലും പിന്നീട് വലിയ ചക്കുകളും എണ്ണയാട്ടാനുള്ള ചക്കുകളും ഉണ്ടാക്കി. ആ മൂർധന്യം എന്ന് പറഞ്ഞാൽ ആ മൂർച്ചയേറിയ ആയുധമുണ്ടാക്കാനുള്ള അപാരമായ സിദ്ധി, ആ നോളജ് എക്കോണമി ആരുടെ ഉൽപ്പന്നമാണ്? കേരളത്തിലെ അധ്വാനിക്കുന്നവൻ്റെ ഉൽപ്പന്നമാണ്. അവൻ അങ്ങനെ ഉൽപ്പാദിച്ചത് കൊണ്ടാണ് അതുണ്ടായത്. അങ്ങനെയാണ് ആവിയന്ത്രം ഉണ്ടായത്, അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടായത്, അങ്ങനെയാണിപ്പോൾ സോളാർ എനർജി വന്നിരിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ്, മനുഷ്യൻ്റെ ശക്തിയാണ്. ഇതേതെങ്കിലും രാജാക്കന്മാരുടെ പ്രേരണയല്ല. ഇവൻ്റെ ബുദ്ധി വികസിച്ചത് കൊണ്ടാണ്. അധ്വാനിക്കുമ്പോൾ ബുദ്ധി വികസിക്കും. വികസിച്ചു വരുന്ന ബുദ്ധി വെച്ച് അവൻ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ നവീകരിക്കും. അങ്ങനെ നവീകരിക്കുമ്പോൾ പുതിയ ബുദ്ധി ഉണ്ടാവും. ആ ബുദ്ധി വെച്ച് വീണ്ടും നവീകരിക്കും. അപ്പോൾ ഉപകരണങ്ങളുടെ നിർമ്മാണവും അവയുടെ നവീകരണവും വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കും ആ വളർച്ച വന്ന വിജ്ഞാനം കൊണ്ട് പുതിയ ഉപകരണം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഉപകരണങ്ങളുടെ നിർമ്മാണവും നവീകരണവും വിജ്ഞാനത്തിൻ്റെ നവീകരണവും പരസ്പര പൂരകമാണ്. ഏതെങ്കിലും ഗുഹയിൽ കയറിയിരിക്കുന്ന സന്യാസിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അധ്വാനിക്കുന്നവർക്ക് മാത്രമേ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അധ്വാനിക്കുന്നവൻ്റേതാണ് ചരിത്രം. അധ്വാനിക്കുന്നവനാണ് എക്കാലത്തും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് പണിയെടുക്കുന്നവൻ്റെ ചരിത്രമാണ്. എന്നെ കേട്ടിരുന്നതിന് നന്ദി. നമസ്കാരം. ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you, sir, for your thoughtful and inspiring words. We're truly grateful for your presence and for the wisdom you have shared with us today. To express our gratitude, may I now invite Dr. Raja Warrier, Festival Director, to present a token of appreciation to Professor V. Karthikeyan Nair.
Dhirangani, Kittur Channamma's heroic saga. എന്റെ കിട്ടൂർ എത്ര നിശബ്ദമാണ്. ഇന്നലെ വരെ നിന്റെ മതിലുകളിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ശബ്ദം മുഴങ്ങി നിന്നിരുന്നു. ഇന്ന് ആ മുഴക്കം ഭൂമിയുടെ അടിത്തട്ടിൽ ഉറങ്ങുന്നു. പക്ഷെ ഞാൻ ഉണർന്നിരിക്കുന്നു. അമ്മ പറയുമായിരുന്നു, ബാല്യത്തിൽ തന്നെ എന്റെ സ്വഭാവം സാധാരണ പെൺകുട്ടികളുടേക്കാൾ വ്യത്യസ്തമായിരുന്നു എന്ന്. വാൾപ്പയറ്റിലും കുതിരസവാരിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ആ കാലത്ത് പെൺകുട്ടികൾ വീട്ടിനകത്ത് മാത്രമേ കഴിയാറുണ്ടായിരുന്നുവെങ്കിലും ഞാൻ പാടത്തും മലഞ്ചെരിവുകളിലും കുതിരയേറി സഞ്ചരിക്കുമായിരുന്നു. അച്ഛൻ എന്നിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്തി. ബാല്യത്തിൽ തന്നെ കുതിരയോട്ടത്തിനു പുറമെ ആയുധ ഉപയോഗം, നീന്തൽ, വാൾപ്പയറ്റ് എന്നിവയിൽ പരിശീലനവും ലഭിച്ചു. പൗരാണിക കഥകളും രാജകഥകളും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ശിവജിയുടെ വീരകഥകളും സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ദേശസ്നേഹികളുടെ കഥകളും കേൾക്കുമ്പോൾ എന്റെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നു എന്ന് അമ്മ പറയുമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ നീതിയും ധൈര്യവും അഭിമാനവും നിറഞ്ഞ വ്യക്തിത്വമായിരിക്കണം എന്റേതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ വളരുമ്പോൾ ജനങ്ങൾ എന്നെ കിട്ടൂരിന്റെ മകളെന്ന അഭിമാനത്തോടെ വിളിച്ചു. അവരുടെ ശബ്ദത്തിൽ ദൈവീകതയും കരുത്തുമുണ്ടായിരുന്നു. എന്റെ ബാല്യകാല സ്വപ്നം എന്റെ ജനതയെ കാത്തു സൂക്ഷിക്കുന്ന രാജ്ഞിയായി മാറുക എന്നായിരുന്നു. അതിനായി ഞാൻ ഓരോ ദിവസവും തയ്യാറെടുത്തു. ഓരോ പ്രഭാതവും എനിക്ക് ഈ നദി പോലെയായിരുന്നു. ഇതിൽ കാൽ നനയ്ക്കുമ്പോൾ എനിക്ക് ശാന്തിയും സമാധാനവും ലഭിച്ചു. ശാന്തമായ ഒഴുക്കിൽ ഒരിക്കൽ അന്യമായ കപ്പലുകളുടെ പ്രതിബിംബം തെളിഞ്ഞു. അതിനാൽ
ഈ റിപ്പോർട്ടിൽ ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, കിട്ടൂർ രാജ്യത്തിന് ബ്രിട്ടീഷ് ഏകീകൃത ഭരണം അത്യാവശ്യമാണ്. രാജാവും രാജകുമാരനും അപ്രതീക്ഷിതമായി മരിച്ചു. ഇപ്പോൾ ഒരു വിധവ, ഒരു സ്ത്രീ, ഒരു ദത്തുപുത്രനെ സിംഹാസനത്തിലിരുത്തി കിട്ടൂരിന്റെ ഭരണം കൈകാര്യം ചെയ്യാമെന്ന് കരുതുന്നു. അസംബന്ധം, അസംബന്ധം. ഈ സാഹചര്യത്തിൽ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന ആശയം ഞങ്ങൾ ഇവിടെ പ്രയോഗിക്കുന്നു. ഒരു നാട്ടുരാജ്യത്തിന് നേരിട്ടുള്ള വംശപരമ്പരയില്ലാതെ പോയാൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് ചേരണം. ഇത് ന്യായമാണ്. ഇത് ക്രമമാണ്. അതെ, സെയിന്റ് ജോൺ താക്കറെയും ഞാനും ഇത് നന്നായി ചർച്ച ചെയ്തിരിക്കുന്നു. ഒരു നല്ല മനുഷ്യൻ, ഒരുപാട് ആശയങ്ങൾ, ആസൂത്രണങ്ങൾ. അതുപോലെ ചപ്ലിൻ എന്ന കമ്മീഷണർ. ഇരുവരും നാട്ടുകാരുടെ ശാഠ്യം മനസ്സിലാക്കുന്നില്ല. കഷ്ടം, കഷ്ടം. പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് ചന്നമ്മ, ബോംബെ പ്രവിശ്യയിലെ ലഫ്റ്റനന്റ് ഗവർണർ മൗണ്ട് സ്റ്റുവർട്ട് എലിഫന്റ് സ്റ്റോൺ അയച്ച അവളുടെ അപ്പീൽ. എന്തു ധൈര്യം, എന്തു ധൈര്യം! ഞങ്ങളത് നിരസിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി യുദ്ധം തന്നെയാണ് വഴി. ഒക്ടോബർ 1824 ആദ്യത്തെ ഏറ്റുമുട്ടൽ. അവൾ ഒരു രാജ്ഞി മാത്രമല്ല, ഒരു സ്ട്രാറ്റജിസ്റ്റുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവളുടെ ലഫ്റ്റനന്റ് ബാലപ്പ, എന്താണ് അവന്റെ പേര്? ആമത്തൂർ ബാലപ്പ. അവൻ തന്നെയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന് നാശനഷ്ടങ്ങൾക്ക് കാരണം. ഒടുവിൽ പ്രമുഖർ പലരെയും ഞങ്ങൾ ബന്ദികളാക്കി. യുദ്ധം നിർത്താൻ അവൾ യാചിച്ചു. തന്ത്രപരമായ ഇടപെടലിലൂടെ ഞങ്ങൾ അവരെ മോചിപ്പിച്ചു. അതായത് യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഉടമ്പടി. പക്ഷേ ഞങ്ങളത് പാലിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. വീണ്ടും യുദ്ധം. ചപ്ലിൻ അത് ശരിയായി പ്രവർത്തിച്ചു. അവൾ ബലഹീനയാണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അത് ഞങ്ങളുടെ അവസരമായിരുന്നു. കൂടുതൽ സൈനികരെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അതും മദ്രാസ് നേറ്റീവ് ഹോഴ്സ് ആർട്ടിലറിയിൽ നിന്ന്. കൂടാതെ 100 കണക്കിന് തോക്കുകൾ. ഞങ്ങൾ അവളെ വലയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും പരാജയം. രണ്ടാം ആക്രമണം. ഓ, അത് വേറെ കഥ, വേറെ കഥ. അവിടെയാണ് മൺട്രോ, ഞങ്ങളുടെ US സബ് കളക്ടർ തോമസ് മൺട്രോയുടെ മരുമകൻ കൊല്ലപ്പെട്ടു. അവന്റെ ജീവിതം ഒരു വിധവ രാജ്ഞിയുടെ അഹങ്കാരത്തിനു വേണ്ടി. എന്തു മൂല്യമില്ലാത്ത നഷ്ടം. അവളുടെ ആളുകൾ സംഘോലി റായണ്ണയുടെ നേതൃത്വത്തിൽ ഗറില്ല യുദ്ധം നടത്തി. പാറക്കൂട്ടങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനുഷ്യരെ അവർ കൊന്നു. പക്ഷേ ഒരു രാജ്യം കുട്ടികളെ പോലെ യുദ്ധം ചെയ്തതുകൊണ്ട് ജയിച്ചില്ല. അവസാനം ഞങ്ങൾ അവളെ പിടികൂടി ബൈലാഹോങ്ങൽ ഫോർട്ടിൽ അടച്ചു. ഞാനായിരുന്നു അവളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അവൾ നിരാശയിലായിരുന്നില്ല.
അവളുടെ കണ്ണുകളിൽ തീയുണ്ടായിരുന്നു. ഒരു തീയായിരുന്നു അവൾ. ഞാൻ പറഞ്ഞു, റാണി ചെന്നമ്മ, നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ദയാവായ്പിൽ വിട്ടുതരാം. അവൾ എന്നെ നോക്കി. ഓ, ദൈവം സാക്ഷി, ആ നോട്ടം അത് എന്റെ അസ്ഥികളിലൂടെ ഒരു തണുപ്പ് പ്രവഹിപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നതുവരെ കിട്ടൂർ സ്വതന്ത്രമായിരിക്കും. എന്റെ ജീവൻ പോയാലും എന്റെ ആത്മാവ് പോരാട്ടം തുടരും. ഞങ്ങൾ അവളെ ബന്ധനത്തിലാക്കി. ഒരിക്കലും അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ എന്റെ രാജാവിനും രാജ്യത്തിനും വേണ്ടി എന്റെ കടമ ചെയ്തു. ഞാൻ ഒരു രാജ്യം കീഴടക്കി. എന്നാൽ ഞാൻ എന്ത് കീഴടക്കി? ഒരു രാജ്ഞിയുടെ ജീവിതം. എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. അവളുടെ കണ്ണുകളുടെ ഓർമ്മയിൽ അവൾ തോൽക്കാത്തൊരു രാജ്ഞിയല്ല, അവൾ ഒരു ആശയമായി മാറി. ഒരു ചിന്ത, ഒരു നിഴൽ. ഞാൻ കിട്ടൂരിന്മേൽ എന്റെ ഭരണം സ്ഥാപിച്ചു. പക്ഷേ അവളുടെ നിഴൽ അതാ എന്നെയും എന്റെ വിജയത്തെയും മൂടുന്നു. കിട്ടൂർ എന്റേതാണ്. പക്ഷേ എന്റെ ആത്മാവ് അവളുടേതുപോലെ. വെളുത്ത മുഖങ്ങളും ഇരുണ്ട ഉദ്ദേശങ്ങളും. അവർ പുഞ്ചിരിയോടെ വന്നു. സഹകരണം, വ്യാപാരം, സ്നേഹം. അവരുടെ വാക്കുകൾ മധുരമായിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ കനലും ദ്രോഹവും ഉണ്ടായിരുന്നു. അവർ എന്റെ നദിയിൽ വിഷം ചേർത്തു. വ്യവസായത്തിന്റെ പേരിൽ അടിമത്തം കൊണ്ടുവന്നു. സഹകരണത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവർന്നു. പക്ഷേ ഞാൻ നീന്തും, ഈ ഒഴുക്കിൽ മുങ്ങില്ല. എന്നാൽ ഒഴുക്ക് ശക്തമായിരുന്നു. എന്റെ കുടുംബം, ജനങ്ങൾ, രാജ്യം ഒന്നൊന്നായി എന്റെ കൈവിട്ടൊഴുകി. എന്നാലും ഞാൻ നിൽക്കുന്നു, രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു രാജ്ഞി, ഒഴുക്കിനെ നേരിടുന്ന ഒരു സ്ത്രീ. അഗ്നി, അഗ്നി, ചുറ്റും അഗ്നി. മതി, ഇനി മൗനത്തിന് അർത്ഥമില്ല. വാക്കുകളാൽ ഈ ദേശം സംരക്ഷിക്കാനും കഴിയില്ല. ഇനി ശബ്ദിക്കേണ്ടത് വാളാണ്. സത്യത്തിന്റെ തീ പോലെ, നീതിയുടെ അഗ്നി പോലെ ഞാൻ കാണുന്നു. എന്റെ മണ്ണിൽ അന്യന്മാർ പാദം വെച്ചിരിക്കുന്നു. അവർ നമ്മുടെ ധാന്യം തിന്നുന്നു, നമ്മുടെ സ്വപ്നം നശിപ്പിക്കുന്നു. എന്റെ ജനങ്ങൾ വിറകൊള്ളുന്നു. യുദ്ധം, യുദ്ധം, യുദ്ധം. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള യുദ്ധമല്ല. ഇത് മണ്ണിന്റെ, വായുവിന്റെ, നദിയുടെ, അഗ്നിയുടെ യുദ്ധം. ജനങ്ങളെ, സ്വാതന്ത്ര്യത്തിനായി, രാജ്യത്തിനായി, മണ്ണിനായി യുദ്ധം തുടങ്ങട്ടെ.
ഈ തിരി ഇത്രയും കാറ്റുള്ളപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു തീപ്പൊരിയാണ്, പക്ഷേ കാറ്റിനെ ഭയപ്പെടുന്നില്ല. എന്തിനാണ് ഭയപ്പെടേണ്ടത്? കാറ്റിതിനെ അണച്ചു കളയുമോ? ചെറുതായിട്ടും അതിൻ്റെ പ്രകാശം ഇവിടെ മുഴുവൻ നിറയുന്നു. ഒരു കാലത്ത് നമ്മുടെ കിട്ടൂരിൽ ഒരു മഹാപ്രകാശം നിറഞ്ഞിരുന്നു. ഒരു സൂര്യനുണ്ടായിരുന്നു, ഒരു സ്ത്രീ സൂര്യൻ, ഞങ്ങളുടെ റാണി ചെന്നമ്മ. അവിടുന്ന് വഴി നടക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ ഒരു പുഞ്ചിരി ഒരു സാധാരണ കർഷകനോട് പോലും, കേശവ, ഈ വർഷം നല്ല വിളവുണ്ടാകുമോ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഭയത്തോടെ തല താഴ്ത്തുമായിരുന്നു. പക്ഷെ അവിടുന്ന് പറയും, തല ഉയർത്തി നിൽക്കൂ കേശവ, നീ എന്റെ കിട്ടൂരിന്റെ മകനാണ്, നിന്റെ വിയർപ്പിലാണ് ഞങ്ങളുടെ അന്നം. ഓ, എന്തൊരു രാജ്ഞിയായിരുന്നു അവിടുന്ന്! ന്യായം, അവിടുന്നായിരുന്നു ന്യായം. ഒരിക്കൽ എന്റെ മകൻ ശ്യാമു ഒരു സമ്പന്നന്റെ ഭൂമിയിൽ നിന്ന് ഒരു മാമ്പഴം പറിച്ചെടുത്തു. ആ മനുഷ്യൻ എന്റെ മകനെ അടിക്കാൻ തുടങ്ങി. ഞാൻ എന്തു ചെയ്യും? ഒരു പാവം കർഷകൻ. പക്ഷേ ഞാൻ ധൈര്യം സംഭരിച്ച് ദർബാറിൽ പോയി, റാണിയുടെ മുമ്പിൽ. എന്നാൽ ഞാൻ വിറച്ചു നിന്നു. പക്ഷെ അവിടുന്ന് എന്റെ മകനെ അരികിൽ വിളിച്ചു. മാമ്പഴം കട്ടെടുത്തതിന് സ്നേഹത്തോടെ ശാസിച്ചു. പക്ഷെ ആ സമ്പന്നനോട് പറഞ്ഞു, നീ ഒരു മാമ്പഴത്തിനു വേണ്ടി ഒരു കുട്ടിയുടെ ആത്മാഭിമാനം നശിപ്പിക്കരുത്. അവൻ തെറ്റു ചെയ്തു, പക്ഷെ നിന്റെ കൈ ഉയർത്തലാണ് കൂടുതൽ കുറ്റം. എനിക്കന്ന് കണ്ണുനീർ വന്നു. ഒരു രാജ്ഞിക്ക് തന്റെ ഒരു പ്രജയുടെ ആത്മാഭിമാനത്തിന് വിലമതിക്കാൻ കഴിയുമ്പോൾ അതാണ് റാണി. പിന്നെ എന്തോ ഒരു ദുരന്തം സംഭവിച്ചു. രാജാവ് മരിച്ചു, രാജകുമാരനും മരിച്ചു. ഓ എന്റെ ദൈവമേ! റാണി തനിച്ചായി. എന്നിട്ട് അവിടുന്ന് ശിവലിംഗപ്പയെ ദത്തെടുത്തു. ഞങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് മാർഗം തെളിക്കാൻ രാജ്യത്തിനൊരു അവകാശി. പക്ഷേ ആ വെള്ളക്കാര്, ആ കമ്പനി, അവർക്കത് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ദത്തെടുക്കാൻ അവകാശമില്ല എന്നവർ ഉത്തരവിട്ടു. എന്ത് ധിക്കാരം! ഞങ്ങളുടെ രാജ്ഞിയോട്, ഞങ്ങളുടെ ജീവനോട് യുദ്ധം വന്നു. ആദ്യ യുദ്ധം. ഓ ദൈവമേ, എന്തൊരു ധീരത! ആലപ്പയുടെ വീര്യം! ആ താക്കറെ എന്ന വെള്ളക്കാരനെ അവിടുന്ന് കൊന്നു തള്ളി. ഞങ്ങൾ ജയിച്ചു, കിട്ടൂർ ജയിച്ചു. ആ രാത്രി ഞങ്ങൾ ആഘോഷിച്ചു, പാടി, നൃത്തം ചെയ്തു. ഞങ്ങളുടെ റാണി അജയയാണെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ചെപ്ലിൻ എന്ന ആ ദുഷ്ടൻ, അവനൊരു സാമർത്ഥ്യക്കാരനാണ്. അവൻ കൂടുതൽ സൈനികരെ കൊണ്ടുവന്നു, കോടിക്കണക്കിന് തോക്കുകൾ. ഞങ്ങളുടെ റാണി പോരാടി. പക്ഷേ ഒരു കൈക്ക് എത്ര തോക്കുകളെ എതിർക്കാനാകും? അവർ റാണിയുടെ കൈകളിൽ നിന്ന് വാള് തട്ടിയെടുത്തു. അവർ എന്റെ റാണിയെ ബന്ധനത്തിലാക്കി.
ബൈലഹോങ്ങൽ കോട്ടയിൽ പൂട്ടി. ഇപ്പോഴുള്ള കിട്ടൂർ എന്താണ്? ഒരു നിഴൽ മാത്രം. ആ ചെപ്ലിൻ, ആ ബ്ലാക്ക്വുഡ്, അവർ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ടാൽ പോലും നോക്കില്ല. ഞങ്ങൾ കാലികളെ പോലെയാണ് അവർക്ക്. ഞങ്ങളുടെ വിളവിൽ നിന്ന് പകുതി എടുത്തുകൊണ്ടു പോകുന്നു. നികുതി എന്ന് വിളിക്കുന്നു. ന്യായം മരിച്ചു. എന്റെ മകൻ ശ്യാമു ഇപ്പോൾ വലുതായി. അവനും ഒരു കർഷകനാണ്. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തീയുമില്ല, ഒരാശയവുമില്ല. അവൻ ജനിച്ചത് റാണിയുടെ നല്ല കാലത്താണ്. പക്ഷേ ജീവിക്കുന്നത് ഈ ഇരുട്ടിലാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, കേശവ വിശ്വസിക്കുന്നു, ആ ഇരുമ്പു ചട്ടക്കൂടുകൾ അവയ്ക്കൊരു ശരീരത്തെ മാത്രമേ പൂട്ടാൻ കഴിയൂ. ഒരാത്മാവിനെ ആവില്ല, ഒരാശയത്തെ ആവില്ല. എന്റെ റാണിയുടെ ആത്മാവ് ആ കോട്ടയുടെ ചുമരുകളെല്ലാം തുളച്ച് പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ കാറ്റിലുണ്ട്, ഈ മഴത്തുള്ളികളിലുണ്ട്, ഈ നിലാവിലുണ്ട്. അവിടുന്ന് ഒരു ദിവസം മടങ്ങി വരും. അല്ലെങ്കിൽ അവിടുന്ന് ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും ഉണർത്തും. ഞാൻ വൃദ്ധനാണ്, എന്റെ കാലുകൾ വേദനിക്കുന്നു. പക്ഷേ എന്റെ ഹൃദയം ഇപ്പോഴും ആ റാണിയുടെ ദർബാറിൽ നിൽക്കുന്നു, തല ഉയർത്തി, ഭയമില്ലാതെ. അവിടുന്ന് വിട്ടുപോകില്ല. അവിടുന്ന് എപ്പോഴും ഇവിടെയുണ്ട്. ഈ നാട്ടിലെ ഓരോ തുളസി ചെടിയിലും, ഓരോ കുട്ടിയുടെ പുഞ്ചിരിയിലും, ഓരോ കർഷകന്റെ വിയർപ്പിലും അവിടുന്നുണ്ട്. കിട്ടൂർ എന്നും സ്വതന്ത്രമാണ്. കേവലം അതിന്റെ റാണി ഇപ്പോൾ അദൃശ്യയാണ്. പക്ഷേ അദൃശ്യയായ രാജ്ഞി തിരിച്ചു വരാതിരിക്കില്ല. ഞങ്ങൾ പൊരുതി. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ വാളെടുത്തപ്പോൾ മണ്ണ് വിറച്ചു. എന്നാൽ എത്ര പേരാണ് വീണത്? ഇല്ല, തോൽവിയില്ല. കാരണം നമ്മുടെ ഓരോ രക്തബിന്ദുവും ഒരു വിത്തായി മണ്ണിൽ ചേർന്നു. വാളിന്റെ ശബ്ദം എന്റെ ജീവിതത്തിന്റെ സംഗീതമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഈ ശബ്ദം യുദ്ധത്തിന്റെ നിശ്വാസമായിരുന്നു. ഇപ്പോൾ ഇതെന്റെ ക്രോധത്തിന്റെ, എന്റെ നിരാശയുടെ പ്രാർത്ഥനയാണ്. റാണി, ചന്നമ്മ, ഈ വാള് എത്ര തവണ താങ്കളുടെ രക്ഷയ്ക്കായി മിന്നിട്ടുണ്ട്. ആദ്യ യുദ്ധം ഓർക്കുന്നുണ്ടോ? ആ താക്കറയുടെ ധിക്കാരം. അവൻ നമ്മുടെ കിട്ടൂരിനെ ഒരു കുഞ്ഞു പുഴുവായി കരുതി. പക്ഷേ താങ്കൾ ഒരു സിംഹിണിയാണെന്ന് അവന് മനസ്സിലായി. ബാലപ്പയുടെ വീര്യം, എന്ത് അത്ഭുതമായ ഒരു വീരമരണം! ആ വെള്ളക്കാരനെ നേരെ നരകത്തിലേക്ക് അയച്ചു. നമ്മൾ ജയിച്ചു. അന്ന് ആ ആകാശം വിളിച്ചു പാടിയത് നമ്മുടെ ജയഗാനമായിരുന്നു. റാണിയുടെ മുഖം ഓർക്കുന്നു. ആ മുഖത്ത് ജയത്തിന്റെ പുഞ്ചിരി, സൂര്യോദയം പോലെ. അവിടുന്ന് പറഞ്ഞു, രായന്ന, ഈ ജയം നമ്മുടെ ജനതയുടേതാണ്, നിന്റെ ധീരതയുടേതാണ്. ഞാനിന്ന് എന്റെ ജീവിതം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചു. റാണി, ഞാൻ പിന്നെ ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ചെപ്ലിൻ, ആ പിശാച്, അവൻ സമാധാനത്തിന്റെ മുഖം വെച്ച് കൂടുതൽ സൈനികരെ കൊണ്ടുവന്നു. മദ്രാസ് കാലാൾപ്പടയെ, നൂറുകണക്കിന് തോക്കുകളെ
അവർ നമ്മുടെ ധാന്യശാലകൾക്ക് ചുറ്റും പട്ടിണി കിടന്ന നായ്ക്കളെ പോലെ വളഞ്ഞു. നമ്മുടെ നിധികൾ, നമ്മുടെ രത്നങ്ങൾ അവർ കൊള്ളയടിക്കുമെന്ന് ഭയന്നു. നമ്മൾ പോരാടി. റാണി, താങ്കളോടൊപ്പം വീറോടെ ഞാൻ പോരാടി. ഓരോ തോക്കിന്റെയും ശബ്ദത്തിന് പകരം നമ്മുടെ വാള് മിന്നി. ഓരോ ബ്രിട്ടീഷ് സൈനികന്റെ വീഴ്ചയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വേദിയായി മാറി. എന്നാൽ എത്ര തോക്കുകൾക്കെതിരെ നിൽക്കും ഒരു വാള്. അവർ താങ്കളെ പിടികൂടി. എന്റെ റാണിയെ, എന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെ ബൈലഹോങ്ങൽ കോട്ടയുടെ ഇരുമ്പ് ചട്ടക്കൂടിൽ ബന്ധിച്ചു. ഒരുപക്ഷെ എന്നെ കാണാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ എന്റെ ഹൃദയം ആ കോട്ടയുടെ ചുമരുകൾ തകർത്ത് താങ്കളുടെ അടുത്തെത്താൻ വെമ്പുന്നു. റാണി, അവിടെ ഒറ്റയ്ക്കാണോ? താങ്കൾക്ക് ഭക്ഷണം കിട്ടുമോ? ആ തടവറയിൽ നിന്ന് ഈ നിലാവ് കാണുമോ? ഈ നിലാവ്, ഇത് നമ്മുടെ കിട്ടൂരിലെ നിലാവാണ്. ഇതിപ്പോഴും റാണിയോടൊപ്പമുണ്ട്. റാണി, ഞാനിപ്പോൾ എന്താണ്? ഒരു നിഴൽ. ഈ കാടുകളിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു. ഞാൻ ഗറില്ല യുദ്ധം നടത്തുന്നു. ഞാൻ അവരുടെ കയ്യേറ്റങ്ങൾ തടയുന്നു. ഞാൻ അവരുടെ താവളങ്ങളെ തീയിടുന്നു. പക്ഷേ ഇതെല്ലാം വെറും കാറ്റിനെ നേരിടുന്നത് പോലെയാണ്. താങ്കളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാതെ ഈ പോരാട്ടത്തിന് അർത്ഥമില്ല. റാണി എന്നെ ഏൽപ്പിച്ച ദത്തുപുത്രനെ, ശിവലിംഗപ്പയെ ഞാൻ രക്ഷിക്കും. അദ്ദേഹത്തെ തിരികെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് ഞാൻ റാണിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഞാൻ പാലിക്കും, അല്ലെങ്കിൽ അതിനായി മരിക്കും. എന്നെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നു. പക്ഷേ എന്റെ റാണിയുടെ പേരിൽ ഞാനൊരു വീരനാണ്. എന്റെ ദേശം കിട്ടൂരാണ്. എന്റെ രാജാവ് ശിവലിംഗപ്പയാണ്. എന്റെ ദൈവം ചന്നമ്മയാണ്. അവർ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. എന്നെ തൂക്കിക്കൊല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ അവസാന നിമിഷം വരെ ഞാൻ പോരാടും. എന്റെ ശ്വാസം നിലയ്ക്കും വരെ പോരാടും. റാണി, താങ്കൾ ജീവിച്ചിരിക്കുക. ആ തടവറയുടെ ഇരുട്ടിലും താങ്കളുടെ ആത്മാവിന്റെ പ്രകാശം അണയരുത്. താങ്കളുടെ രായന്ന ഇപ്പോഴും പോരാട്ടം നിർത്തിയിട്ടില്ല. റാണിയുടെ നിഴൽ ഈ കൊടുങ്കാടുകളിൽ എന്നോടൊപ്പം നടക്കുന്നു. താങ്കളുടെ സ്മരണയാണ് എന്റെ ഭക്ഷണം. താങ്കളുടെ സ്വാതന്ത്ര്യമാണ് എന്റെ ജലം. താങ്കളുടെ വിജയമാണ് എന്റെ ശ്വാസം. ഞാൻ മരിക്കും, പക്ഷേ കിട്ടൂർ ജീവിക്കും. ചന്നമ്മ ജീവിക്കും. ഒരു ജ്വലിക്കുന്ന ആശയമായി, ഒരു പുതിയ ഉഷസ്സിന്റെ വാഗ്ദാനമായി റാണി ജീവിക്കും. ജയ് ചെന്നമ്മ, ജയ് കിട്ടൂർ. ഇതാണ് എന്റെ തടവറ. ഭിത്തികൾ മഞ്ഞുപോലെ തണുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ വിറയ്ക്കുന്നില്ല. അവർ എന്നെ തോറ്റവളായി ലോകത്തിന്റെ മുൻപിൽ കാണിക്കും. പക്ഷേ തോൽവി അവർക്കാണ്. കാരണം അവർ ഇപ്പോഴും ഭയപ്പെടുന്നു. അവർക്ക് എന്റെ ശരീരം ബന്ധിക്കാം, പക്ഷേ എന്റെ ചിന്തയെ ആരാണ് ബന്ധിക്കുക? ഈ ആകാശം, ഇതിൽ എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഇതിൽ എന്റെ ജനങ്ങളുടെ പ്രതീക്ഷ അലയടിക്കുന്നു. നാളെ ഒരു പുതിയ കാലം വരും. നമ്മുടെ മക്കൾ വീണ്ടും ഈ വാൾ ഉയർത്തും. സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ദാനമല്ല, അത് നമ്മുടെ അവകാശമാണ്. ഞാൻ തോറ്റതല്ല, ഞാൻ വിത്തായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ഈ മണ്ണ് മുഴുവൻ പൂത്തു നിൽക്കുമ്പോൾ ജനങ്ങൾ പറയട്ടെ, ഇതിന്റെ രക്തം ചന്നമ്മയുടേതാണ്. സാമ്രാജ്യങ്ങൾ വീഴും, പക്ഷേ ധൈര്യം ഒരിക്കലും മരിക്കില്ല. ഞാനാണ് കിട്ടൂർ. ഞാനാണ്
തീപ്പൊരി, കിട്ടൂർ ചെന്നമ്മ. On stage, we have Srikala Suresh, Suresh Neelakantan, Praveen Kumar KS, and Hittu. May I also invite the writer, Dr. Aromal T, also inviting the director, Dr. Raja Warrior sir. Along with them, I would like to invite the crew of the play, makeup by Suresh Karamana. Is not here. Okay. Costume by Gigi Kalamandir. Lighting by Girish Chandran. Music by Satish K. Narayanan. Production by Stage India. Documentation by Sajid J.S. Rani Chennamma's story is not only about the past, it continues to light the path of courage and justice yesterday, today, and tomorrow. On behalf of Stage India, Bharat Bhavan, and Ministry of Culture, I extend my heartfelt thanks to all the dignitaries, guests, artists, coordinators, and participants who made this event possible. Thank you for being with us through this journey of remembrance and inspiration. This is Niharika Kurup signing off. Have a wonderful evening. Jai Hind.